ഹലോ, അപ്പോൾ നമുക്ക് ഇനി എടുക്കാനുള്ളത് അധ്യായം 4 അല്ലേ, ഡാറ്റയുടെ അവതരണം. ഇത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നുകൂടി നമുക്ക് തുടങ്ങാം സ്റ്റാർട്ടിങ് മുതൽ. അപ്പോൾ നമ്മളിതിൽ ആദ്യം പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഒരു ഡാറ്റയെ പ്രസൻറ്റ് ചെയ്യൽ എങ്ങനെയായിരുന്നു അല്ലേ? ഒരു ഡാറ്റ പറഞ്ഞാൽ നമ്മൾ ദത്തങ്ങൾ അല്ലേ, വിവരങ്ങൾ ശേഖരിച്ച ഒരുപാട് ഡാറ്റകൾ അതെന്ത് ചെയ്യണം, ഒരാളുകളിലേക്ക് നമുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് പ്രസൻറ്റ് ചെയ്യണം, അത് അവതരിപ്പിക്കണം. അപ്പോൾ ആദ്യം തന്നെ അതിനെ അവതരിപ്പിക്കുമ്പോൾ അതിനെ 3 രീതിയിലായിട്ട് നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ രീതി എന്താണ്? വസ്തുതാപരമായിട്ടുള്ള അല്ലെങ്കിൽ വിവരണാത്മകമായിട്ട് എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ കാര്യങ്ങൾ സംഭവിച്ചതും പിന്നെ അവിടെ നിന്നുള്ള എത്ര കണക്ക് പ്രകാരം ഇന്ന സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുക, ഓരോ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, അവതരിപ്പിക്കുക. ഇതാണ് വിവരണാത്മകമായിട്ടുള്ള അവതരണം എന്ന് പറഞ്ഞാൽ. പിന്നെ രണ്ടാമതുള്ളത് പട്ടികകൾ മുഖേനയുള്ള അവതരണമാണ്. പട്ടികകൾ മുഖേനയുള്ള അവതരണം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓരോ ടേബിൾ വെച്ചിട്ടുള്ള അതിൽ ഓരോ വിവരങ്ങൾ നൽകിയിട്ടുണ്ടാവും. ആ ടേബിളുകൾ അതെന്ത് ചെയ്യും, ടേബിളിൽ നൽകിയ ഒരുപാട് വിവരങ്ങൾ എന്ത് ചെയ്യും, അതിൽ ശേഖരിച്ചിട്ടുണ്ടാവും. അതുപോലെ എന്നിട്ട് അതിലെന്ത് ചെയ്യും, ആ ടേബിളിൽ ഓരോ കണക്കുകൾ, ഒരു വർഷം, പിന്നെ എന്താ ഉണ്ടാവും, ഗ്രാമം, പിന്നെ നഗരങ്ങൾ, ഇതൊക്കെ കാണിച്ചിട്ട് എന്ത് ചെയ്യുക, വിവരങ്ങൾ കാണിക്കുക. ഇതാണ് എന്ത്, പട്ടികകൾ മുഖേനയുള്ള അവതരണം എന്ന് പറഞ്ഞാൽ. അടുത്തത് പിന്നെ ഡയഗ്രങ്ങളും ഗ്രാഫുകളും ഉപയോഗിച്ചിട്ടുള്ള അവതരണമാണ്. അത് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബാർ ഗ്രാഫ്, പിന്നെ അതുപോലെ ഒരുപാട് ചാർട്ടുകൾ, പൈ ചാർട്ട്, ഇങ്ങനെ ഓരോ ഗ്രാഫുകൾ കാണിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വിവരങ്ങൾ കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ 3 രീതിയിലാണ് ഇത് കാണിക്കാൻ പറ്റുക. അപ്പോൾ അതിലാദ്യം തന്നെ പറയാനുള്ളത്, ഈ പട്ടികകൾ ഓരോ വരികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഗ്രാമ നഗരങ്ങളൊക്കെ ഇവിടെ പറയുമ്പോൾ ഇത് ടാബുലർ എന്താണ്, അതായത് പട്ടിക വിവരണാടിസ്ഥാനമായിട്ട് കാണിക്കുന്ന അങ്ങനത്തെ അവതരണങ്ങളാണ് അല്ലേ. അപ്പോൾ അതിൽ എന്തുണ്ടാവും, റോസും ഉണ്ടാവും, കോളംസും ഉണ്ടാവും. കോളംസ് എന്ന് പറഞ്ഞാൽ ഓരോ കോളങ്ങൾ, പിന്നെ റോസ് എന്ന് പറഞ്ഞാൽ ഓരോ വരികളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഒരു പട്ടികയിൽ ഉണ്ടാവുക. അപ്പോൾ ഈ കാണുന്ന പട്ടികയിൽ തന്നെ 5 വരികളും 3 കോളങ്ങളാണ് ഉള്ളത്. 5 വരി പറഞ്ഞാൽ ഓരോ വരികൾ ഇങ്ങനെ പോകുന്നു, 3 കോളങ്ങൾ പറഞ്ഞാൽ ആ വർഷം, ഗ്രാമം, നഗരം എന്ന് പറഞ്ഞ കോളങ്ങൾ. പിന്നെ ഓരോ അറക്കും എന്ത് പറയും, സെല്ല് എന്നാണ് പറയാം. പിന്നെ ഓരോ കള്ളിയും ഓരോ ഗുണവിശേഷത്തെ പറ്റി, അതായത് ആ കള്ളിയിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത് അതിനെ ആട്രിബ്യൂട്ട് എന്ന് പറയും. അതായത് അതിലുള്ള വിവരങ്ങൾ അത് ശേഖരിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഈ ഒരു ഇതിലെ എത്രാമത്തെ സെല്ലാണെന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടാമത്തെ കോളത്തിലെ 3ാമത്തെ റോയിലുള്ള സെല്ല്, ആ സെല്ലിലുള്ള അടങ്ങിയ ആട്രിബ്യൂട്ട് എന്താണ്, 74 ആണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ഇനി അടുത്ത് പട്ടികവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം എന്താണ്? തുടർന്നുള്ള സാങ്കേതിക വിശകലനത്തിന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരുപാട് ഡാറ്റകളെ ക്രമീകരിപ്പിക്കാൻ പറ്റും, അതായത് ക്രമത്തിലാക്കി മാറ്റാൻ കഴിയും. അപ്പോൾ ഓരോ ഡാറ്റയും അതിനെ അവതരിപ്പിക്കുമ്പോൾ 4 രീതികളുണ്ടാവും. അതിൽ ഒന്നാമത്താണെന്ത്, ക്വാളിറ്റേറ്റീവ്, പിന്നെ രണ്ടാമത്തത് ക്വാണ്ടിറ്റേറ്റീവ്, അതായത് അതിന് ഗുണമേന്മ അനുസരിച്ചുള്ള ഡാറ്റകൾ നമ്മൾ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക. അല്ലെങ്കിൽ അടുത്തത് ക്വാണ്ടിറ്റി, എത്ര എണ്ണം അനുസരിച്ച് എന്ത് ചെയ്യുക, അതിനെ മാറ്റുക. പിന്നെ ഉള്ളതാണ് എന്ത്, കാലക്രമം അനുസരിച്ച് നമ്മൾ, അതായത് സമയാടിസ്ഥാനത്തിലായിട്ട് തൽക്കാലമായിട്ട് മാറ്റുന്ന എന്ത്, ഓരോ ഡാറ്റകൾ. പിന്നെ അടുത്ത് ഭൂമിശാസ്ത്രപരമായിട്ട്, അതായത് സ്ഥല മാനദണ്ഡത്തിനനുസരിച്ച് എന്ത് ചെയ്യുക, ഓരോ ഡാറ്റകളെയും വേർതിരിക്കുക. എന്താണ് ഗുണാത്മകമായിട്ടുള്ള തരംതിരിവ് എന്ന് പറഞ്ഞാൽ, അതായത് ഒരു പ്രത്യേക സവിശേഷത, സ്വഭാവം എന്നിവ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, അതായത് ലിംഗം അല്ലെങ്കിൽ ഭേദം, നിറം, സാക്ഷരത, മതം, ഇതൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ ദേശീയത അനുസരിച്ച് ആളുകളെ വേർതിരിക്കുക. താഴെ കിടന്ന പട്ടിക കണ്ടങ്ങൾ പുരുഷനെ സ്ത്രീ എന്നുള്ള നിലക്ക് എന്ത് ചെയ്തു, ആ ഗ്രാമത്തിലെ നഗരത്തിലെ ആളുകൾ എന്ത് ചെയ്തു, വേർതിരിച്ചു, എന്നിട്ട് ആകെ കാണിച്ചു. ഇതാണ് എന്ത്, ഗുണാത്മകമായിട്ടുള്ള തരംതിരിവ്. ഇനി അടുത്ത് പരിമാണാത്മകമായിട്ടുള്ള തരംതിരിവ്, അതായത് ക്വാണ്ടിറ്റി അനുസരിച്ച്. ഇത് നേരത്തെ പറഞ്ഞ എന്താണ്, ക്വാളിറ്റി ആണ് അല്ലേ. അതായത് ഓരോരുത്തരുടെ ലിംഗം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ നിറം, അല്ലെങ്കിൽ സാക്ഷരത, മതം, അതായത് ഹിന്ദു എത്ര ആളുകളുണ്ട്, മുസ്ലിം ആയിട്ടുള്ള ആളുകൾ എത്ര ഉണ്ട്, ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ എത്ര ഉണ്ട്, അങ്ങനെ വേർതിരിക്കുക. ഇതാണ് ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ ഗുണാത്മകമായിട്ടുള്ള തരംതിരിവ് എന്ന് പറഞ്ഞാൽ. അടുത്തത് പരിമാണാത്മകമായിട്ടുള്ള തരംതിരിവാണ്. എന്താ പരിമാണാത്മകമായ തരംതിരിവ് പറഞ്ഞാൽ, അതിൽ ഓരോരുത്തരെയും ക്വാണ്ടിറ്റിയാണ്, അതായത് എത്ര ഉയരമുണ്ട്, എത്ര തൂക്കമുണ്ട്, അങ്ങനെ ഓരോരുത്തരുടെയും ക്വാണ്ടിറ്റി അനുസരിച്ചാണ് എന്ത് ചെയ്യുക, നോക്കുക. അത് അവിടെ എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വിധത്തിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നമുക്ക് മതവും പിന്നെ അതേപോലെ ലിംഗവും സാക്ഷരത ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് ക്വാളിറ്റേറ്റീവ് ആയത്, ഗുണാത്മകമായത്. എന്നാൽ പരിമാണാത്മകമായിട്ടുള്ള തരംതിരിവ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അളന്ന് തിട്ടപ്പെടുത്താനാകുന്ന സവിശേഷതകൾ എന്ത് ചെയ്യുക, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഡാറ്റയെ തരംതിരിക്കുക. അഥവാ ഉയരം, തൂക്കം അനുസരിച്ച് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നോക്കുക, ഓരോ വയസ്സനുസരിച്ച് അവരുടെ പ്രതികരിച്ചവരുടെ എണ്ണം അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർ എത്രയാണ്, അത് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്തു, അവരുടെ ശതമാനം, അതായത് 13 ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്, എത്ര എണ്ണം അല്ലേ, ക്വാണ്ടിറ്റി. അതേപോലെ 30-നും 40-നും വയസ്സിനിടയിൽ 54 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും ക്വാണ്ടിറ്റി, അതൊരു തെരഞ്ഞെടുപ്പിൽ പഠനത്തിൽ പ്രതികരിച്ച 360 പേരുടെ പ്രായത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്താണ്, തരംതിരിച്ചതാണ്.
ഇനി അടുത്താണ് എന്ത് ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാലക്രമം അനുസരിച്ച് എന്ത് ചെയ്യുക തരംതിരിക്കുക. അഥവാ ഓരോ വർഷത്തിൽ ഇന്ന വിൽപ്പന നടന്നു അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ സമയാടിസ്ഥാനമാക്കിയിട്ട് തരംതിരിക്കുകയാണെങ്കിൽ അതിനെന്ത് പറയും? സമയാടിസ്ഥാനത്തിലുള്ള തരംതിരിവ് എന്ന് പറയും. അതായത് കാലം, സമയം എന്നത് മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ അല്ലെങ്കിൽ അതെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ട് എന്ത് ചെയ്യുക തരംതിരിക്കുക. താഴെ കൊടുത്ത പട്ടിക നോക്കുക. 2005 മുതൽ 2010 വരെ തൃശ്ശൂർ ഇന്ത്യൻ കോഫി ഹൗസിന്റെ വാർഷിക വിൽപ്പനയാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. 2005 വർഷത്തിലുള്ള 68.4 വിൽപ്പന ലക്ഷത്തിലാണ് കാണിക്കുന്നത്. അങ്ങനെ ഓരോ വർഷത്തിലാണ്ടോ ഓരോ വിൽപ്പന. ഇങ്ങനെ സമയാടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക വിവരങ്ങൾ ശേഖരിക്കുക. ഇനി അടുത്ത് പട്ടികയിൽ തരംതിരിവിനുള്ള സവിശേഷതകൾ ഒരു വർഷത്തെ വിൽപ്പനയാണ് കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത് സ്ഥലപരമായിട്ടുള്ള തരംതിരിവ്. എന്താണ് സ്ഥലപരമായിട്ടുള്ള തരംതിരിവ് പറഞ്ഞാൽ ഗ്രാമം, പട്ടണം, ജില്ല, സംസ്ഥാനം, ഉപഭൂഖണ്ഡം എന്നിവ അടിസ്ഥാനമാക്കിയിട്ട് എന്ത് ചെയ്യുക തരംതിരിക്കുക. ഇത് അതുപോലെ ഇവിടെ കണ്ടോ USA, ജർമ്മനി, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾ അവിടെയുള്ള കയറ്റുമതി വീതങ്ങൾ എന്ത് ചെയ്താണ് ഓരോ രാജ്യ അടിസ്ഥാനത്തിൽ സ്ഥല അടിസ്ഥാനമായിട്ട് ഇത് ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇത് ഇംഗ്ലീഷ് പറയാം സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്നാ പറയാം. സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്ഥലം എന്നാണല്ലോ. അപ്പോൾ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയും. ഈ ഡാറ്റയുടെ പട്ടിക വിതരണവും വൽക്കരണവും പട്ടികയുടെ ഭാഗങ്ങളും. അതായത് ഓരോ ഡാറ്റിനെ നമുക്ക് എങ്ങനെ കള്ളിയിലാക്കി മാറ്റാം അല്ലെങ്കിൽ പട്ടികയിലാക്കി മാറ്റാം, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ എങ്ങനെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പട്ടിക തയ്യാറാക്കുമ്പോൾ അതിനുള്ള എല്ലാ ഭാഗങ്ങളും നല്ല ചിട്ടയോടെ എന്ത് ചെയ്യണം ഘടിപ്പിക്കണം എന്നാണ് ഫസ്റ്റ് പറയുന്നത്. പിന്നെ അതിൽ റോസ് ഉണ്ടാവും. റോസ് എന്ന് പറഞ്ഞാൽ വരികൾ, കോളം എന്ന് പറഞ്ഞാൽ കള്ളികൾ. പിന്നെ ഇതോടൊപ്പം അനുബന്ധ വിശദീകരണം വേണം. അതായത് എന്തെങ്കിലും വിശദീകരിക്കാനുണ്ടെങ്കിൽ അതിനുമായി ബന്ധപ്പെട്ട എല്ലാ ഡാറ്റ പട്ടികയിൽ അവതരിപ്പിക്കുന്നതിനെ പട്ടികവൽക്കരണം എന്ന് പറയാം. ഇതൊക്കെ എല്ലാം റെഡിയാക്കിയിട്ട് എന്ത് ചെയ്യുക എല്ലാ വിശദീകരണം നൽകിയ പട്ടികയാണ്. അതായത് ഏകമാർഗം, ദ്വിമാർഗം, ത്രിമാർഗം എന്നിങ്ങനെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സവിശേഷതകൾ ടാബുലേഷനിൽ കൊടുക്കാൻ കഴിയുന്ന അർത്ഥം. അതായത് ഒരു ടേബിൾ ആക്കുമ്പോൾ നമുക്ക് ഏകമാർഗം, ദ്വിമാർഗം, ത്രിമാർഗം അങ്ങനെ ഓരോ രീതിയിലായിട്ട് നമ്മൾ പറയും. ആദ്യം പട്ടിക നമ്പർ കൊടുക്കണം. എത്രാമത്തെ പട്ടിക എന്നുള്ളത് കൊടുക്കുക. അതാണ് പട്ടിക നമ്പർ. തിരിച്ചറിയാൻ എത്ര പട്ടികകൾ ഉണ്ടെങ്കിൽ അതിൽ ഏത് നമ്പറിലാണ് ഈ പട്ടികയുടെ വിവരങ്ങൾ നമ്മൾ നൽകിയിട്ടുള്ളത് എന്നുള്ള ആ പട്ടിക നമ്പർ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും. അപ്പോൾ 1, 2, 3 പട്ടികൾ അല്ലെങ്കിൽ 1.1 പട്ടിക, 2.2 അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണക്കാൻ കഴിയും. പിന്നെ ശീർഷകം, ഒരു ടൈറ്റിൽ വേണം എന്തിൻ്റെ പട്ടിക എന്നുള്ളത്. അതായത് നേരത്തെ കാണിച്ച നമ്മൾ വോട്ടിൻ്റെ ആളുകളുടെ വയസ്സുകളെ അടിസ്ഥാനമായിട്ടുള്ള വിവരം എന്നുള്ള ഒരു രീതി. പിന്നെ അടുത്ത് ക്യാപ്ഷനുകൾ, അതായത് കോളം തലക്കെട്ടുകൾ. അതായത് ഓരോ കോളത്തിനും ആ കോളത്തിൽ എന്താണ് പറയുന്നത്, എന്തെങ്കിലും ഗ്രാമമായിരിക്കും, ചിലപ്പോൾ ലിംഗമായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും എന്തായിരിക്കും ക്യാപ്ഷനുകളായിരിക്കും. അപ്പോൾ ആ ക്യാപ്ഷനുകളാണ് എന്ത് പറയാം ക്യാപ്ഷനുകൾ എന്ന് പറയാം, അല്ലെങ്കിൽ കോളം ഹെഡിങ്. പിന്നെ സ്റ്റെബുകൾ അല്ലെങ്കിൽ വരിയുടെ തലക്കെട്ട്. ഓരോ വരിക്ക് എന്തുണ്ടാവും, സൈഡിൽ എന്തുണ്ടാവും, അതിൻ്റെ ഹെഡിങ് ഉണ്ടാവും. അതായത് ആ വരിയിൽ പറയുന്ന ഇതിൻ്റെ ഹെഡിങ് എന്താണെന്നുള്ളത് അതാണ് എന്ത് സ്റ്റെബുകൾ. പിന്നെ അടുത്ത് പറയുന്നത് പട്ടികയുടെ ഉള്ളടക്കമാണ്. അതായത് ആ പട്ടികയുടെ ഉള്ളടക്കമാണ് അതിൻ്റെ ബോഡി. അതായത് അതിൻ്റെ ഹെഡിങ്ങും പിന്നെ മറ്റ് തലക്കെട്ടുകൾ ഒഴിവാക്കി അതിൻ്റെ ഉള്ളത്തിന് ഭാഗത്തിനാണ് എന്ത് പറയുക ബോഡി ഓഫ് ദ ടേബിൾ അല്ലെങ്കിൽ പട്ടികയുടെ ഉള്ളടക്കം. ഇനി അളവുകളുടെ യൂണിറ്റ് ഉണ്ട്. അളവുകളുടെ യൂണിറ്റ് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് ഉണ്ടാവും. ഇപ്പോൾ സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ, പിന്നെ അല്ലെങ്കിൽ കിലോഗ്രാം, ഗ്രാം, ആ ഒരു എല്ലാ അളവുകളും ആ യൂണിറ്റ് എന്ത് വേണം ശീർഷകത്തോടൊപ്പം വ്യക്തമാക്കണം. ഏത് രീതിയിലാണ് നമ്മൾ അളവിനെ എടുത്തിട്ടുള്ളത് എന്നുള്ള അവിടെ എന്ത് ചെയ്യണം ആ ശീർഷകം അല്ലെങ്കിൽ ഹെഡിങ്ങിനൊപ്പം അവിടെ എന്ത് ചെയ്യണം വ്യക്തമാക്കണം. പിന്നെ ഉറവിടം, എവിടെ നിന്നാണ് നമ്മളിത് എടുത്തത് എന്നുള്ളത് അവിടെ കൊടുക്കാവുന്നതാണ്. പിന്നെ അടുത്ത് കുറിപ്പുകൾ. ഇനി എന്തെങ്കിലും വിവരങ്ങൾ ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറിപ്പുകളായിട്ട് നൽകാൻ പറ്റും. അടുത്ത പേജിൽ അതിൻ്റെ ഉദാഹരണങ്ങളുണ്ട്. പട്ടിക നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, തലക്കെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പിന്നെ കോളത്തിലെ തലക്കെട്ട് ക്യാപ്ഷൻസുകളോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിറ്റുകളുണ്ടോ, കോടിയിലാണ് ഇവിടെ ഓരോ യൂണിറ്റും ഇവിടെ പറയുന്നത്. അതായത് ഓരോ നമ്പർ ലക്ഷങ്ങളല്ല കോടികളിലാണ്. പിന്നെ സ്റ്റബുകൾ അല്ലെങ്കിൽ വരിയുടെ തലക്കെട്ടുകൾ, അതായത് ഈ സൈഡിലുള്ള പറയുന്നതിൻ്റെ എന്താണെന്നുള്ളത് ഗ്രാമം, നഗരം, ആകെ എന്നുള്ളതിൻ്റെ തലക്കെട്ടുകൾ. പിന്നെ ഉറവിടം, എവിടെ നിന്നാണ് എടുത്തത്, സെൻസസ് ഓഫ് ഇന്ത്യ 2001. പിന്നെ കുറിപ്പ്, എന്തെങ്കിലും കുറിപ്പുണ്ടോ, സംഖ്യകളെ കോടികളായി റൗണ്ട് ചെയ്തിരിക്കുന്നു. അതായത് എന്തെങ്കിലും പോയിന്റ് എന്നുള്ള അതിന് എന്ത് ചെയ്തിട്ടുണ്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു കുറിപ്പ് അവിടെ നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡയഗ്രങ്ങൾ മുഖേനയുള്ള ഡാറ്റ അവതരണം എടുക്കാനുള്ളത്. ഡാറ്റ അവതരിപ്പിക്കുമ്പോൾ 3 രീതിയാണ് നമ്മൾ പറഞ്ഞില്ലേ. 3ാമത്തെ രീതിയിലാണ് ഇത് കാര്യമായിട്ട് വരുന്നത്. അതായത് ഈ ഡയഗ്രാം മുഖേന പറഞ്ഞാൽ ഓരോ ചിത്രങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യുക ഓരോ രീതികളാക്കിയിട്ട് ഓരോ അടയാളപ്പെടുത്തിയിട്ട് അതിൽ ഡാറ്റകൾ എന്ത് ചെയ്യും അവതരിപ്പിക്കും. അങ്ങനെയാണ് ഡയഗ്രാം. ഒരു ഡയഗ്രാം എന്ന് പറഞ്ഞാൽ അതിൽ 3 രീതിയിലുണ്ട്. അതായത് ജാമിതീയ ഡയഗ്രാം, അതായത് ജിയോമെട്രിക് ആയിട്ടുള്ള ഓരോ ഷേപ്പുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുക ഒരു ഡയഗ്രാം വരച്ചിട്ട് അതിൽ എന്ത് ചെയ്യുക ഡാറ്റ കാണിക്കുക. പിന്നെ ആവർത്തി ഡയഗ്രാം, അതായത് ഓരോ ആവർത്തികൾ ഫ്രീക്വൻസി എങ്ങനെ വരുന്നതനുസരിച്ച് എന്ത് ചെയ്യുക കാണിക്കുക. പിന്നെ ഗണിത രേഖ ഗ്രാഫ്. 3 രീതിയിലാണ് ഇതുള്ളത്. ഫസ്റ്റ് പറയാനുള്ളത് ജ്യാമിതീയ ഡയഗ്രാമാണ്. ഇതന്നെ കുറേ ഇനങ്ങളുണ്ട്. അതിലൊന്ന് ബാർ ഡയഗ്രാം. ബാർ ഡയഗ്രാം നമുക്ക് അറിയാം, ഒരു ബാർ ഗ്രാഫ് ആക്കിയിട്ട് എന്ത് ചെയ്യുക ഇങ്ങനെ ഓരോ കള്ളികളാക്കിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും പണ്ട് മുതലേ.
അങ്ങനെ രീതികളാക്കിയിട്ട് എന്ത് ചെയ്യുക മാറ്റുക. അതിൽ ഒന്നാമത്താണ് ബാർ ഡയഗ്രാമിൽ ഒന്നാമത്താണ് സിമ്പിൾ ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രാമത്തിൽ എന്താ ഉണ്ടാവുക, ഉയരോ വീതിയൊക്കെ എന്തായിരിക്കും ബാറിൻ്റെ വലിപ്പം അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക നിശ്ചയിക്കുക. അപ്പോൾ താഴ്ന്ന അറ്റത്തിൽ 0 മുതൽ തുടങ്ങിയിട്ട് പിന്നെ ഓരോ രീതിയിലേക്ക് എത്തുമ്പോൾ ഓരോ വേരിയബിൾ, അതായത് ഓരോ നമ്മളെന്ന് പറഞ്ഞു ഓരോ ചരങ്ങൾ അല്ലേ, ഓരോ വസ്തുക്കളിലെ ഓരോ ഇനങ്ങൾ അത് എന്ത് ചെയ്യും ഓരോരുത്തര കണക്കനുസരിച്ച് ഇവിടെ കാണിക്കും. ഉദാഹരണം ഇവിടെ നോക്കുക, പ്രോബ്ലം 1 കണ്ടോ, സ്ഥാപനങ്ങൾ ABCDE ആണ്. അപ്പോൾ അതിൻ്റെ ഇത്ര കണക്ക് 220, 270, 210 അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക കൊടുക്കുക. പിന്നെ മേലൊരു പട്ടിക ഉണ്ട്, ഇത് ഓരോ രാജ്യത്തിലെ ജനനിരക്കാണ് കാണിക്കുന്നത്. ശ്രീലങ്ക, ജർമ്മനി, ചൈന അവിടെ കൊടുത്തിട്ടുണ്ട്. 33 35 താഴെ 30 ശേഷം ഇങ്ങനെ ഓരോന്നായിട്ട് എന്ത് ചെയ്യുക ഓരോ കള്ളികളാക്കിയിട്ട് ഓരോ ചരങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കുക. ഇനി അടുത്ത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, അതായത് ഒരു വിശദീകരണത്തിൻ്റെ ഒന്നോ അതിലധികമോ ചരങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ താരതമ്യപ്പെടുത്താനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കൽ, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കൽ. അപ്പോൾ അതിൽ മെയിനായിട്ടുണ്ടാവുക ഒരു 2 കളറായിട്ടായിരിക്കും കൊടുക്കുക. മനസ്സിലായോ, ഒരേ സാധനത്തിന് തന്നെ 2 കളറായിട്ട്. ഇപ്പോൾ ഉണ്ടാവും വർഷം 2007, ആ 2007 തന്നെ വിൽപ്പന ഉണ്ട്, പിന്നെ മൊത്ത ലാഭമുണ്ട്, അറ്റ ലാഭമുണ്ട്. അപ്പോൾ ഇത് 3 കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഓരോ കളറിലാക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ആദ്യം കൊടുക്കുക വിൽപ്പന ഈ കളറിലാണ്, മൊത്ത ലാഭം ഈ കളറിലാണ്, അറ്റ ലാഭം എന്താണ് വെള്ള കളറിലാണ്. എന്നിട്ട് എന്ത് ചെയ്തു ഓരോന്നിനെയും കണക്കോടെ വെച്ചിട്ട് എന്ത് ചെയ്തു അങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിനാണ് എന്ത് പറയുക മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്ന് പറയാം. ഇനി അടുത്ത് കോമ്പണന്റ് ബാർ ഡയഗ്രാം ഉണ്ട്. അപ്പോൾ കോമ്പണന്റ് ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു കോമ്പണന്റ് ബാർ ഡയഗ്രത്തിൽ എന്ത് ചെയ്യുക ഓരോ വലുപ്പത്തിനനുസരിച്ച് ഒരൊറ്റ കള്ളിയിൽ തന്നെ എന്ത് ചെയ്യുക നമ്മൾ ഓരോ ഭാഗങ്ങളാക്കിയിട്ട് മാറ്റുക. ഇതിനാണ് കോമ്പണന്റ് ബാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 3 രീതികളുണ്ട്, സ്റ്റെപ്പുകളുണ്ട്. അതിന് മുന്നേ പറയുന്നത് ഡയഗ്രാം കൊണ്ട് പ്രതിനിധീകരിക്കാൻ പറ്റും. അതായത് ഓരോ ഭാഗങ്ങളും എന്താണ് ഓരോന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതിന് വേറൊരു പേരുണ്ട്, ഉപവിഭജിത ബാർ ഡയഗ്രാം എന്ന് പറയും. ഈ കോമ്പണന്റ് ബാർ ഡയഗ്രാമിന് ഉണ്ടോ, അത് പറയുമ്പോൾ ഓരോ ഡയഗ്രത്തിനും ഓരോ ഘടകങ്ങളായിട്ടായിരിക്കും. അതായത് ഒറ്റ കള്ളിയിൽ നമ്മൾ നേരത്തെ കണ്ട ബാർഗ്രാഫിൻ്റെ ഓരോ കള്ളിയിൽ ഓരോ ഭാഗങ്ങളും എന്തായിരിക്കും ഓരോന്നിൻ്റെതായിരിക്കും. പിന്നെ ഓരോ രേഖയിൽ നിർമ്മിക്കുന്ന ഡയഗ്രത്തിൻ്റെ ഉയരം ഡയഗ്രത്തിൻ്റെ മൊത്തം മൂല്യത്തോട് തുല്യമായ രീതിയിൽ തന്നെ ആയിരിക്കണം. അതായത് ആ ഓരോന്നിൻ്റെയും ഏറ്റവും അറ്റത്തെത്തുന്നതുണ്ടല്ലോ ആ ഒരു തുല്യമായ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ട് അത് കാണിക്കേണ്ടത് അർത്ഥം. പിന്നെ സാധാരണ അവലംബിക്കുന്ന രീതി ഡയഗ്രത്തിൻ്റെ അടിത്തറയിൽ വ്യാപ്തിയുടെ ക്രമത്തിൽ ഏറ്റവും വലിയ ഘടകമാണ് കൊടുക്കുക. അവിടെ താഴെ പറഞ്ഞ ഉദാഹരണത്തിനുണ്ടെങ്കിൽ കൊമേഴ്സാണ് ഏറ്റവും വലിയ ഘടകം, മറ്റുള്ളതൊക്കെ അതിനായിട്ട് ചെറുതാണ്. അപ്പോൾ തുടക്കത്തിൽ വരുമ്പോൾ എന്ത് കൊടുക്കണം, ഫസ്റ്റ് കൊമേഴ്സിൻ്റെ ആണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. മൂന്നാമത്തത് ഇവിടെ നോക്കുമ്പോൾ 2006, 2007, 2008, 2009 കാലയളവിൽ ഒരു യൂണിവേഴ്സിറ്റിയിൽ ഓരോ കുട്ടികൾ എടുത്ത കോഴ്സിൻ്റെ കണക്കാണ് ഡിഗ്രിയിലെ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കൊമേഴ്സിൽ ഇത്ര, ആർട്സിൽ ഇത്ര, സയൻസിൽ ഇത്ര, ടോട്ടൽ ഇത്ര എന്ന്. ആദ്യം 2006, 2007 വർഷത്തിൽ കൊമേഴ്സ് ഇതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൊമേഴ്സിന് വയലറ്റ് കളറാണ്, അപ്പോൾ ഇത്ര 20,000 കൊടുത്തു. പിന്നെ ആർട്സ് ഇത്ര, അതിൻ്റെ ശേഷം 10 ഉള്ളത്. അപ്പോൾ 20 മുതൽ 30 വരെ എന്ത് കൊടുത്തു, ആ 10,000 എന്നുള്ള കണക്ക് അവിടെ കൊടുത്തു. പിന്നെ സയൻസ് ഉള്ളത് വെറും എത്രയാണ്, 5,000 ആണ്. അപ്പോൾ 30 മുതൽ ഒരു 35 ഏകദേശം അവിടെ ആയിട്ട് എന്ത് ചെയ്തു, അങ്ങനെ അതും കൊടുത്തു. ഇങ്ങനെ കൊടുക്കുന്നതിനാണ് എന്ത് പറയുക കോമ്പണൻ്റ് ആണ്. ഒരു ഇതിൽ തന്നെ ഓരോ ഘടകങ്ങളായിട്ട് എന്ത് ചെയ്തു മാറ്റി. ഇങ്ങനെയാണ് കോമ്പണൻ്റ് ബാർഗ്രാഫ് എന്ന് പറയാം. ഇനി അടുത്തത് നോക്കുക, അതേപോലെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് വൃത്താരേഖകൾ അല്ലെങ്കിൽ പൈ ഡയഗ്രാം. പൈ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ വട്ടത്തിലാക്കിയിട്ട് എന്ത് ചെയ്യുക നമ്മളെ ആ ഒരു വട്ടത്തിനുള്ളിലാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഇതിൻ്റെ ഡയഗ്രാം വരച്ചിട്ട് അതിൻ്റെ എത്ര ഭാഗമാണ് നമ്മൾ തന്ന ഡാറ്റൻ്റെത് ശതമാനം ഉള്ളത് അങ്ങനെ ശതമാനമാക്കിയാണ് എന്ത് ചെയ്യുക കൊടുക്കുക. ഇതിനാണ് ബാർ ഡയഗ്രാം എന്ന് പറയാം, പൈ ഡയഗ്രാം എന്ന് പറയാം. അപ്പോൾ ഇതിൽ കാര്യമായിട്ടുണ്ടാവുക എന്താണ്, ഒരു പ്രത്യേക ഒരു കൃഷി മൊത്തത്തിൽ നടക്കുന്നുണ്ട്. കൃഷി അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു സാധനങ്ങൾ ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് എവിടെ നിന്നൊക്കെയെന്ന് കണക്കാൻ നമ്മൾ ആദ്യം കൃഷിയിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ 30% അങ്ങനെയൊക്കെയാണെന്ന് കരുതുക. പിന്നെ അതേപോലെ ഗതാഗതം അനുസരിച്ച് കിട്ടുന്ന ഉൽപ്പാദനം 20%. പിന്നെ അങ്ങനെ ഓരോന്നും വ്യവസായം, അങ്ങനെ ഓരോ കണക്കുകളും ഒറ്റ ചക്രത്തിനുള്ളിലാക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോ ശതമാനത്തിനനുസരിച്ച് എന്ത് ചെയ്യും അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യും ആ ഒരു ഇതിനെ നമ്മൾ കണക്കാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും അതിനെ ഓരോന്ന് വിഭജിക്കും. ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഏത് വിഭാഗത്തിലാണെന്നുള്ള ഒറ്റടിക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത് ഉണ്ടാക്കാൻ എന്തുണ്ട് ഒരു രീതിയുണ്ട്. ആ രീതിയാണ് നമ്മൾ ആദ്യം പറയുന്നത്. അതായത് മൊത്തത്തിൽ ആ ചാർട്ടിന് പൈ ചാർട്ട് എന്താ പറയുക. പിന്നെ അതിൽ ആ ഒരു വൃത്താകൃതിയുള്ള പലഹാരത്തിൻ്റെ ഒരു പൈ എന്നാണ് അതിന് പറയാം. നമ്മൾ ഈ ഇതുണ്ടല്ലോ കേക്കിൻ്റെ ഒരു രൂപം ഉണ്ടല്ലോ, അങ്ങനത്തെ ആ രൂപത്തിലായതുകൊണ്ട് അതിന് പൈ എന്ന് പറയാനാണ്. പിന്നെ അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും എന്താ പറയുക സ്ലൈസസ് എന്താ പറയുക കഷ്ണങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് അതിനെന്ത് ചെയ്യണം ശതമാനങ്ങളായിട്ട് ആവിഷ്കരിക്കണം. പിന്നീട് ശതമാനങ്ങളെ കൊണ്ട് എന്ത് ചെയ്യണം 3.6 കൊണ്ട് എന്ത് ചെയ്യണം ഗുണിക്കണം. അങ്ങനെ ഓരോ ഘട്ടത്തിൻ്റെയും കോൺ എന്ത് ചെയ്യും, അതായത് 360 ആയിരിക്കണം 100 എന്നുള്ളത് നമുക്ക് കിട്ടും.
അതായത് നമ്മളെ സർക്കിൾ, അതായത് സർക്കിൾ ഉണ്ടല്ലോ, വൃത്തത്തിൽ ഉണ്ടാവുന്ന രീതിയിൽ അതിൽ 360 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 360 ഡിഗ്രിയിൽ നമ്മൾ കൊടുക്കുന്ന ഇത് 360ൻ്റെ അതിൽ എത്രയാണെന്നുള്ളത് കണ്ടെത്തണം. അതായത് 360 ഡിഗ്രിയിൽ അതിന് എത്ര കൊടുക്കണം എന്നുള്ളത് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ചെയ്യണത്, പൈച്ചാട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഉദാഹരണം അവിടെ ചെയ്യുമ്പോൾ മനസ്സിലാവും. അതായത് എത്ര ശതമാനമാണ് അവിടെ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ 3.6 കൊണ്ട് ഗുണിക്കുക, അല്ലെങ്കിൽ 360 പോയി അരിക്കണം 100 കൊണ്ട് ചെയ്താലും മതി, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് ഗുണിക്കുമ്പോൾ എന്താവും, നമുക്ക് ആ ഒരു വൃത്തത്തിൽ അത് എത്ര കൊടുക്കേണ്ടതെന്നുള്ളത് കിട്ടും. താഴെ കൊടുത്ത സംഖ്യകൾ കേരളത്തിലെ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണ ചെലവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതായത് സിമെൻറ്റ് 20% ചെലവ്, പിന്നെ മരം 15%, അങ്ങനെ ഓരോ ശതമാനമുണ്ട്. ഇത് നമുക്ക് ടോട്ടൽ എന്താണ് 20, 15, 35 ഇങ്ങനെ എന്താവും, ഇത് ഏകദേശം 100% ആവുന്നുണ്ട്. 100 ഇതാവുന്നത്. അപ്പോൾ 100% ആ കൃത്യം എന്ത് ചെയ്യണം, ഇത് ഓരോന്നിൻ്റെയും ഭാഗങ്ങളാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ ഒരു വൃത്തത്തിനുള്ളിൽ ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യേണ്ടത്, ആദ്യം ഒന്നാമത്തെ എടുക്കുക, സിമെൻറ്റ് 20 എന്നുള്ള ശതമാനമാണ്. അപ്പോൾ 20നെ എന്ത് ചെയ്യുക, 3.6 കൊണ്ട് എന്ത് ചെയ്യുക, ഗുണിക്കുക. അപ്പോൾ നമുക്ക് 72 കിട്ടും. ആ 72 ഡിഗ്രിയാണ് നമ്മളെ പൊട്രേറ്റർ ഉണ്ടല്ലോ, നമ്മളെ കോമ്പസിൻ്റെ അതേമാതിരി സാധനമില്ലേ പൊട്രേറ്റർ, ഇങ്ങനെ അതിൽ നമ്മൾ 71 ഡിഗ്രി വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ത്രികോണാക്കിയിട്ട് എന്ത് ചെയ്യണം, ഭാഗിക്കണം മെയിൽ നമ്മളെ വൃത്തത്തിനുള്ളിൽ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ 72 ഡിഗ്രി എടുക്കണം മെയിനെന്ന് മനസ്സിലായി, 20% സിമെൻറ്റിനെന്ന് മനസ്സിലായി. അങ്ങനെ ഓരോന്നിനും എന്ത് ചെയ്യുക, 3.6 കൊണ്ട് ഗുണിച്ചാൽ അത്ര ഡിഗ്രിയാണ് ആ ഒരു ഇതിന് എടുക്കേണ്ടതെന്നുള്ളത് കിട്ടും. 360 നിന്ന് 360 ഡിഗ്രി ടോട്ടലാണ് എന്തിലുണ്ടാവുക, നമ്മൾ വൃത്തത്തിലുണ്ടാവുക. അപ്പോൾ അങ്ങനെ സ്റ്റീലിന് 18 × 3.6 ഗുണിക്കും, അപ്പോൾ 64.8 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെ ഓരോ ഡിഗ്രി നമുക്ക് മൊത്തത്തിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടും, 360 ഡിഗ്രിയാണ്. ഇനി നമുക്ക് അതെന്ത് ചെയ്യാം, കൃത്യമായിട്ട് നമുക്ക് പൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് അതിനെ കണക്കാക്കി എടുക്കാം. അതാണ്ടോ സിമെൻറ്റിൻ്റെ 72 ഡിഗ്രി ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു വൃത്തത്തിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, കൃത്യമായ ബിന്ദു, കേന്ദ്രബിന്ദു, ആ കേന്ദ്രബിന്ദുവിൽ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഇവിടെ ഒരു ത്രികോണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ സിമെൻറ്റിൻ്റെ 20 എവിടെ വെക്കണ്ടി, അവിടെ വെച്ചിട്ടാണെങ്കിലും അവിടുന്ന് 72 അളവിലെടുത്തിട്ട് എന്ത് ചെയ്യുക, വരച്ചു. അപ്പോൾ സിമെൻറ്റ് കിട്ടി. പിന്നെ അടുത്ത ഏതായിരുന്നു, സ്റ്റീല് ഒരു 64.8 എന്നാണ് നമുക്ക് കിട്ടി, 18 × 3.6 ചെയ്തപ്പോൾ. അപ്പോൾ സ്റ്റീലിൻ്റെ എവിടെ കൊടുക്കണം, അതേപോലെ 64.8 ഇവിടുന്ന് എടുത്തിട്ട് എന്ത് ചെയ്യണം, വരക്കണം. അങ്ങനെ ഓരോന്നിനും അളവ് എന്ത് ചെയ്തു നമ്മൾ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പൈ ചാർട്ട് കിട്ടും. ഇതേപോലെ ഇനി താഴെയുള്ളതിൻ്റെ ഒരു ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്നർത്ഥം. ഇനി നമുക്ക് പറയാനുള്ളത് ഫ്രീക്വൻസി ഡയഗ്രത്തിനെ കുറിച്ചാണ്. പറയുന്നത് എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ, അതായത് ആവർത്തികൾ അല്ലേ. നമ്മൾ കഴിഞ്ഞ ഇതിലൊക്കെ പറഞ്ഞിരുന്നു 0 മുതൽ 10 മുതൽ അങ്ങനെ ഓരോന്ന്, 10 മുതൽ 20 മുതൽ അങ്ങനെ ഓരോന്നായിട്ട് കണക്കാക്കി വെക്കുന്നത്, അതിൽ എത്ര ആളുകൾ ആവർത്തിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞിരുന്നത്. അതിനെങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫിൽ വരക്കാം എന്നുള്ളതിനാണ്. അതിന് 4 രീതിയിൽ വരക്കാൻ പറ്റും. ഒന്ന് ആയതരേഖം, ഹിസ്റ്റോഗ്രാം, പിന്നെ ആവർത്തി ബഹുജം, അതായത് ഫ്രീക്വൻസി പോളിഗൺ, പിന്നെ അടുത്ത് ഫ്രീക്വൻസി കർവാണ്, ആവർത്തി വക്രം, പിന്നെ ഉള്ളത് സഞ്ചിതാവർത്തി വക്രങ്ങൾ അഥവാ തോരണങ്ങൾ, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവ്സ്. ഇതൊക്കെ ഓരോന്ന് പറയും എങ്ങനെയാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ആദ്യം നമുക്ക് പറയാനുള്ളത് എന്താണ്, ഈ ഹിസ്റ്റോഗ്രാമിനെ കുറിച്ചുണ്ട്, അതായത് ആയതരേഖ എങ്ങനെയാണ് വരക്കാന്ന്. ഇത് കാര്യമായിട്ട് നമുക്കറിയാം, നമ്മൾ ഇതിൽ എന്തുണ്ടാവും, 2 ചരങ്ങളുണ്ടാവും. അതായത് 0 to 10 മുതൽ അങ്ങനെ 10 മുതൽ 20 വരെ അങ്ങനെ പോകുന്ന ഒരു കണക്കുണ്ടാവും. പിന്നെ അതേപോലെ അതിൽ എത്ര ആവർത്തിച്ച് വരുന്നു എന്നുള്ള 2 ചരങ്ങളുണ്ടാവും, അതായത് എക്സും വൈയും. അതായത് ഒരു ഭാഗത്ത് നമ്മൾ എക്സും വരക്കും, മറ്റേ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, വൈയും വരക്കും. ഞാൻ ഒരു ഉദാഹരണം കാണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ബാർ ഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ബാർ ഗ്രാഫിൽ ഓരോ ചരങ്ങൾ നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഓരോ ഇടകളാക്കി വെച്ചിരുന്നു, ഒരു സ്പേസ് ഇട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നു, വെച്ചിരുന്നത്. എന്നാൽ അതിൽ സ്പേസ് വെക്കൂല, അതിന് എന്തായിരിക്കും, ഓരോ കള്ളിയും ഒട്ടിച്ചേർന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, വരക്കുക. പിന്നെ അങ്ങനെ തൊട്ട് നിൽക്കുന്ന അടുത്ത് ആക്കിയിട്ട് എന്ത് ചെയ്യും, വെക്കും. ഒരു എക്സും വൈ അതിൽ ഉണ്ടാവും. അതായത് എക്സ് പറഞ്ഞൊരു ഭാഗം ഉണ്ടാവും, വൈ പറഞ്ഞ മറ്റൊരു ഭാഗം ഉണ്ടാവും. അതായത് ഒരു ഭാഗത്ത് എന്തായിരിക്കും, ഓരോ ആ ഓർഡർ ആയിരിക്കും, 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ എന്നുള്ള ആ ഒരു സാധനം. പിന്നെ ആ ഒരു 0 മുതൽ 10 വരെ ഉള്ളതിൽ എത്ര ആവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് മറ്റേ സൈഡിലായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിത് പറയുന്നത് ഡിസ്ക്രീറ്റ് സീരീസിന് വേണ്ടിയിട്ടാണ് ഇത് നിർമ്മിക്കാൻ സാധ്യതയല്ല. അതായത് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു ഡിസ്ക്രീറ്റ് സീരീസ് പറഞ്ഞാൽ അതെന്തേന്, അഥവാ നമ്മൾ പറഞ്ഞു ഡിസ്ക്രീറ്റ് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പറഞ്ഞ എന്താ, 0 മുതൽ 10 വരെ, പിന്നെ 10 മുതൽ 20 വരെ, അങ്ങനെ ഒരു ഓർഡറിലാണ്, അതായത് തുടർച്ചയായിട്ടാണ് പോവുക. എന്നാൽ ഡിസ്ക്രീറ്റ് സീരീസ് അങ്ങനെയല്ല. ഡിസ്ക്രീറ്റ് സീരീസ് പറഞ്ഞാൽ അത് 5 മാർക്ക് കിട്ടിയ കുട്ടികൾ 10 ആള്, പിന്നെ ഉള്ളത് 8 മാർക്ക് കിട്ടിയ കുട്ടികൾ 20 ആള്, അങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ അല്ലെങ്കിൽ തുടർച്ചയായിട്ട് പോവാതെ അങ്ങനത്തെയാണ് എന്ത് പറയുക, ഡിസ്ക്രീറ്റ് സീരീസ് എന്ന് പറയുക. അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഹിസ്റ്റോഗ്രാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല.
പിന്നെ നൽകിയ ഡാറ്റ ഇൻക്ലൂസീവ് ആണെങ്കിൽ അവയെ എക്സ്ക്ലൂസീവായി പരിവർത്തനം ചെയ്യാം. അത് നമ്മൾ പറഞ്ഞിരുന്നു ഇൻക്ലൂസീവ് എങ്ങനെ എക്സ്ക്ലൂസീവ് ആക്കുക എന്നുള്ളത്. അതായത് 0 മുതൽ 10 വരെയുള്ളത്, പിന്നെ അടുത്ത് തുടങ്ങുന്ന 15 മുതൽ 20 വരെയുള്ള, അങ്ങനെയൊക്കെ ആ രീതിയിലാവുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറ്റുക, അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അതായത് 0 മുതൽ 10 വരെയുള്ളതാക്കിയിട്ട് പിന്നെ അതായത് 9 ആക്കിയിട്ട് പിന്നെ മറ്റേത് 9 മുതൽ അങ്ങനെ അങ്ങനെ കണക്കാക്ക കൂട്ടലൊക്കെ കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, അതുപോലെ ചെയ്യാം. പിന്നെ ക്ലാസ് ഇന്റർവെല്ലുകൾ തുല്യമല്ലെങ്കിൽ അവയെ ആവർത്തികൾ ക്രമീകരിച്ച് എന്ത് ചെയ്യുക, തുല്യമാക്കണം. അതായത് ക്ലാസ് ഇന്റർവെൽ പറഞ്ഞാൽ ഓരോ ഇന്റർവെല്ലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 0 മുതൽ 10 വരെയുള്ളൊരു ഇന്റർവെല്ല്, പിന്നെ 10 മുതൽ 20 വരെ, അങ്ങനെ ഓരോ ഇന്റർവെല്ലുകളാണ്. അത് തുല്യമല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരിടത്ത് 5ന്റെ ഇടവേള ഉള്ളത് മറ്റൊരിടത്ത് 10 ആണെന്നുണ്ടെങ്കിൽ തുല്യമാക്കുക. പിന്നെ മധ്യമൂല്യങ്ങളാണ്, മിഡ് വാല്യൂകളാണ് തന്നിട്ടുണ്ടെങ്കിൽ അനുയോജ്യമായ ക്ലാസ്സുകളിലേക്ക് എന്ത് ചെയ്യുക, രൂപാന്തരപ്പെടുത്തുക. ഇനി എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും, ബാർഗ്രാഫും ഹിസ്റ്റോഗ്രാമും തമ്മിലൊരു വ്യത്യാസങ്ങൾ, അതിനൊരു താരതമ്യം പറയുന്നുണ്ട്. ഡയഗ്രാം രൂപത്തിലാണ് ഡാറ്റ പ്രതികരിക്കുക, ഏത് ബാർ ഡയഗ്രാം. അതേപോലെ തന്നെ ഹിസ്റ്റോഗ്രാം എന്താണ്, ഡയഗ്രാം രൂപത്തിൽ തന്നെയാണ് ഉണ്ടാക്കുക. പിന്നെ ദീർഘചതുരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഹിസ്റ്റോഗ്രാമിൽ. അതേപോലെ ബാർ ഡയഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉയരം മാത്രം പരിഗണിക്കണുള്ളതിൽ ബാർ ഡയഗ്രാം, ആദ്യം പറഞ്ഞ ബാർ ഗ്രാഫിൽ എന്താണ്, ഉയരം മാത്രമേ പരിഗണിക്കുള്ളൂ, വീതി പരിഗണിക്കില്ല. എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ ഞാൻ പറഞ്ഞു 2 സൈഡ് ഉണ്ട്. അതായത് ഉയരത്തിലുള്ളതുണ്ട്, എക്സും ഉണ്ട്, പിന്നെ വൈ താഴെയുള്ള എന്തുണ്ട്, വീതിയിലുള്ള കാര്യങ്ങൾ പരിഗണിക്കേണ്ടതുണ്ട്. പിന്നെ സന്തതവും അസന്തവുമായ ചരങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്രദമാണ്. എന്നാൽ ഇതെന്ത് ചെയ്യാൻ പറ്റില്ല, ഹിസ്റ്റോഗ്രാം സന്തത ചരങ്ങൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ തുടർച്ചയായിട്ടുള്ള ബാറുകൾ തമ്മിൽ കുറച്ച് കാലം ഉണ്ടായിരിക്കണം, കുറച്ച് അകലം ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ അകലം വെക്കണം എന്ന് പറയുന്നു ഏത് ബാർഗ്രാഫിൽ. എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ എന്തുണ്ടാവില്ല, അകലം പാലിക്കില്ല എന്നർത്ഥം. അത് അകലം ഇല്ലാതെ ഉണ്ടാക്കാം. പിന്നെ മോഡ് സ്ഥാനനിർണയം സാധ്യമല്ല, ബഹുലകം. എന്താ മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഡാറ്റയിലെ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന സാധനത്തിനാണ് എന്ത് പറയാം, മോഡ് എന്ന് പറയാം. നമ്മൾ മോഡ്, മീഡിയാന്, പിന്നെ അതേപോലെ മീന്, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ കേട്ടോ, മോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ തന്ന ഡാറ്റയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിക്കുന്ന ഡാറ്റ ഏതാണെന്നുള്ളതാണ് മോഡ്. ആ മോഡ് എന്തിൽ നമുക്ക് കാണിക്കാൻ പറ്റില്ല, ബാർ ഡയഗ്രത്തിൽ കാണിക്കാൻ പറ്റില്ല. എന്നാൽ ഹിസ്റ്റോഗ്രാമിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. ഈ താഴെ കൊണ്ടൊരു കണക്കുണ്ടോ, 0 മുതൽ 10 വരെ 5 ആവർത്തി, പിന്നെ അതേപോലെ 10 മുതൽ 20 വരെ, അങ്ങനെ ഒരു കണക്ക് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് ഹിസ്റ്റോഗ്രാമിൽ കാണിക്കാൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ആദ്യം നമ്മൾ ചരങ്ങൾ, ഏത് ആവർത്തി വരുന്ന സാധനങ്ങൾ മേലേക്കാക്കി വെച്ചു. പിന്നെ ചരങ്ങൾ എന്ത് ചെയ്തു, ഈ സൈഡിലേക്ക് വെച്ചു വീതിയിൽ. അതായത് 0 മുതൽ 10 വരെ ഇവിടെ, 10 മുതൽ 20 വരെ ഇവിടെ, 30 മുതൽ 40 വരെ, അങ്ങനെയുള്ള ആ ഒരു കണക്ക് ഈ സൈഡിലുള്ള ആ റോന്റെ കണക്ക് എന്ത് ചെയ്തു, ഇവിടെ കൊടുത്തു. അതായത് ആ 0 മുതൽ ഓരോ ഇന്റർവെല്ലുകളാക്കിയിട്ടുള്ള സാധനം എവിടെ കൊടുക്കും, ഈ ഇവിടെ കൊടുക്കും. എന്നിട്ട് മറ്റേ സ്ഥലത്ത് ആവർത്തികൾ കൊടുക്കും. അതായത് എത്രയാണെന്നുള്ളത് ടോട്ടൽ ഏറ്റവും ആവർത്തി ഏറ്റവും കൂടുതൽ 21 വരുന്നത്. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്തു, 5ന്റെ ഒരു ഇടവേള വെച്ചിട്ടുള്ള ഒരു ഇത് കണക്ക് വെച്ചു. എന്നിട്ട് 5, 10, 15, 20, 25 വരെയുള്ളത്. എന്നിട്ട് 0 മുതൽ 10 വരെയുള്ള 5ആണ്, അപ്പോൾ 5 വരെ എന്നുള്ള കണക്കിലാക്കിയിട്ട് വരച്ചു. പിന്നെ 10 മുതൽ 20 വരെ 11ആണ്. 10 മുതൽ 20 വരെ ഇവിടെയാണ് ഉണ്ടാവുക, അപ്പോൾ അവിടെ 11ലാക്കിയിട്ട് എന്ത് ചെയ്തു, വെച്ചു. പിന്നെ 20 മുതൽ 30 വരെ 19. അങ്ങനെ ഓരോന്നാക്കിയിട്ട് എന്ത് ചെയ്യുക, കണക്കോടെ കാണിക്കുക. ലാസ്റ്റുള്ള 90 മുതൽ 100 വരെ ഉള്ളത് കേട്ടോ, അവിടെ ഒന്നുള്ളൂ. അപ്പോൾ 1 എന്നുള്ളതാക്കിയിട്ട് ഒറ്റൊരു വരാക്കിയിട്ട് എന്ത് ചെയ്തു, വരച്ചു. ഇങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുക, ഹിസ്റ്റോഗ്രാം വരക്കുക. ഇനി നമുക്ക് നമ്മളെ ക്ലാസ് ഇൻ്റർവെല്ലുകൾ എന്തായി, വർഗാന്തരാളങ്ങൾ ഒരിക്കലും തുല്യമല്ലാതെ വന്നാൽ എന്താ ചെയ്യുക. അതായത് ആദ്യമൊക്കെ 10 മുതൽ 15, പിന്നെ 15 മുതൽ 20 വരെ, അങ്ങനെ 5ന്റെ വർഗാന്തരാളങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 30 മുതൽ 40 വരെ എന്നായി, 10ന്റെ ഇടയിലുള്ള 10ന്റെ വർഗാന്തരാളങ്ങൾ വരാണെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 40 മുതൽ 60 വരെ. ഇങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അത് കറക്റ്റ് ഗ്രാഫിൽ വരക്കുക. അതായത് 10ന്റെയും 15ന്റെ ഇടയിലുള്ളതിൻ്റെ 7 ഉള്ള കണക്ക് നമ്മൾ ഗ്രാഫിൽ കൂളായി വരക്കാം. അങ്ങനെ ഓരോന്നിൻ്റെ 5 ഒരേപോലെ നമുക്ക് ആക്കിയിട്ട് എന്ത് ചെയ്യുക, വരക്കാൻ പറ്റും. എന്നാൽ പെട്ടെന്നുണ്ട് ആ വർഗാന്തരാളം അല്ലെങ്കിൽ അതിൻ്റെ ക്ലാസ് ഇൻ്റർവെൽ കൂടി 10ന്റെ കണക്കായി 5 മാറിയിട്ട്. അപ്പോൾ അതിനെങ്ങനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ആ വർഗത്തിൻ്റെ വലിപ്പം എടുത്തിട്ട് നമ്മളെ ഏറ്റവും താഴ്ന്ന വർഗാന്തരാളുണ്ടല്ലോ, അതായത് നമ്മളിപ്പോൾ ഏത് ഇതിനാണ് ഉപയോഗിക്കുന്നത്, ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. അതിനെ കൊണ്ട് എന്ത് ചെയ്യുക, അതുകൊണ്ട് എന്ത് ചെയ്യുക, അരിക്കുക. അങ്ങനെ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വർഗാന്തരാളത്തിൻ്റെ ആ കണക്ക് നമുക്ക് കിട്ടും എന്നർത്ഥം. അതായത് വർഗത്തിൻ്റെ വലിപ്പം ഇവിടെ കൊടുക്കുക. ഒരു ഉദാഹരണം അതാ കൊടുത്തത്, 10 മുതൽ 15, 7, 15 മുതൽ 20 വരെ 19. ഇങ്ങനെയുള്ള ഒരു കണക്കിൽ ലാസ്റ്റ് കണ്ട 30 മുതൽ 40 വരെ 12ആയി. ഇങ്ങനെ അതായത് ഇവിടെ 10ന്റെ ഇടയാണ്, ഇവിടെ 5ന്റെ കണക്കാണ്. ഇവിടെ പെട്ടെന്ന് എന്തായി, 10ന്റെ വർഗാന്തരാളായി. അപ്പോൾ അവിടെ 12 എന്നുള്ളതും കണക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 30 മുതൽ 40 വരെയുള്ള ആ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റ് നമുക്ക് മറ്റേ 5ന്റെ ഇടയിലല്ലേ ഇത് കുറച്ച് എന്ത് ചെയ്യും, വീതി കൂടും. അപ്പോൾ അതെങ്ങനെ കറക്റ്റ് അതിൽ അവിടെ കൊടുക്കാൻ പറ്റും, അതിനെന്താ ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം പറഞ്ഞ വർഗാന്തരാൾ എത്രയാണ്, 5 അല്ലേ.
അത് മാറ്റുക. അത് ഇവിടെ എന്തായി, വർഗത്തിന്റെ വലിപ്പം ഇവിടെ 10 ആയി. അപ്പൊ 10 അവിടെ കൊടുക്കുക. എന്നിട്ട് താഴ്ന്ന വർഗാന്തരമാണ് നമ്മൾ ഇതിന്റെ മുമ്പത്തെ അത് 5 ആയിരുന്നു. 10 ഹരിക്കണം 5 പറഞ്ഞാൽ 2 ആണ്. അപ്പോ അതായത് ഇരട്ടിയാണ് വരുന്നതെന്ന് അർത്ഥം. 2 കൊണ്ട്, അതായത് 2, അതായത് മറ്റിന്റെ 5 എന്നുള്ള വർഗാന്തരമാണ് മാറി 10 ആയി മാറി. അപ്പോൾ അതായത് 5ന്റെ ഇരട്ടിയാണ് 10 എന്നുള്ളത്. അപ്പോൾ ആ 10ന്റെ വർഗാന്തരത്തിലുള്ള കണക്കിന് എന്ത് ചെയ്യണം, അതിലുള്ള ആ ആവർത്തി എന്ത് ചെയ്യണം, 2 കൊണ്ട് ഹരിക്കണം എന്നർത്ഥം. ഒരു ഉദാഹരണം കണ്ടതാ ഇവിടെ പറയുന്നുണ്ട്. അതായത് ഇവിടെ കൊടുത്ത വർഗാന്തരങ്ങൾ ഐക്യരൂപമല്ല അല്ലെ, എല്ലാം 5ൻ്റെതാണ്. പിന്നെ ഇവിടെ വരുന്നത് 30 മുതൽ 40 10ഉം, പിന്നെ 40 മുതൽ 60 വരെ 20ഉമാണ്, പിന്നെ 60 മുതൽ 80 വരെ അവിടെ 20ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടി, ഇവിടെ ഏറ്റവും ചെറിയ വർഗാന്തരങ്ങൾ എത്രയാണ്, ഇവിടെ ഇതിന്റെ ഈ അടിയിലുള്ള ഏറ്റവും ചെറിയ ക്ലാസ് ഇന്റർവെൽ 5 ആണ് അല്ലെ, 5ന്റെ കണക്ക് വെച്ചിട്ടുള്ളതാണ് ഏറ്റവും ചെറുത്. പിന്നെ അത് എടുത്തിട്ട് എന്ത് ചെയ്തു, ആ 5നെ പിടിച്ചിട്ട് നമ്മൾ 30/40, അതായത് 30 മുതൽ 40 വരെ എത്രയാണ്, 10 ആണ്. അപ്പോൾ 5 10ലേക്ക് ആവാൻ എന്താണ്, ഇരട്ടിയാണ് ആവണം. അല്ലെങ്കിൽ 10നെ 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2 ആണ് കിട്ടുക. അഥവാ അങ്ങനെ 2 ആയതിനാൽ ആ 2 കൊണ്ട് അതിനെ വിഭജിക്കണം. ആ 30 മുതൽ 40 വരെ ഉള്ളതിൽ 12 ഉണ്ടല്ലോ, ആ ആവർത്തിനെ 2 കൊണ്ട് വിഭജിച്ചാൽ നമുക്ക് 6 ആണ് കിട്ടുക. അഥവാ 30 മുതൽ 40 വരെ ഉള്ള ആ ഒരു ഇതിൽ 12 തൊഴിലാളികളുടെ എണ്ണം എന്നുള്ളതിന് എന്ത് ചെയ്യണം, ആ 2 കൊണ്ട് ഹരിക്കണം. കാരണം 5ന്റെ ആ ഒരു ക്ലാസ് ഇന്റർവെൽ ഉള്ളത് മാറി നമ്മൾ എന്ത് ചെയ്തു, 10ന്റെ ക്ലാസ് ഇന്റർവെല്ലിലേക്കാണ് നമ്മൾ ഇതിനെ കണക്കെടുക്കുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം, ഒരുപോലെയുള്ള തൊഴിലാളികളുടെ എണ്ണം എന്നുള്ള 5ന്റെ ഇന്റർവെല്ലിൽ കൊടുത്ത അതുപോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 5ന്റെ ക്ലാസ് ഇന്റർവെൽ ഉള്ളതിനെ 10ലേക്ക് മാറ്റിയത് 2 കൊണ്ട് ഗുണിച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുമ്പോൾ അതേ വ്യത്യാസം എന്ത് ചെയ്യണം, ഈ തൊഴിലാളികളുടെ എണ്ണം എന്നുള്ള ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 2 കൊണ്ട് ഹരിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന്റെ ആ തൊഴിലാളികളുടെ എണ്ണത്തിന്റെ പകുതിയാണ് കൊടുക്കേണ്ടി വരിക. അപ്പോൾ 12 ഹരിക്കണം 2 എന്നുള്ളത് 6 ആണ്. പിന്നെ അതേപോലെ ഇവിടെ 40 മുതൽ 60 വരെ എന്നുള്ള ക്ലാസ് ഇന്റർവെല്ലായി. നേരത്തെ പറഞ്ഞത് 30 മുതൽ 40 വരെയുള്ള 10 ആയിരുന്നു. നമ്മളെ ഏറ്റവും ചെറിയ വർഗാന്തരങ്ങൾ ഏതാണ്, 5ന്റെ കണക്കാണ്. അപ്പോൾ 5 എന്നുള്ളത് 20ലേക്ക് എത്താൻ എത്ര ഗുണിക്കണം, 4. അതായത് 4 ഇരട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വർഗാന്തരം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവർത്തി എന്ത് ചെയ്യണം, 4 കൊണ്ട് ഹരിക്കണം എന്നർത്ഥം. അപ്പോൾ 40 മുതൽ 60 വരെയുള്ള 12 ആണെന്നുണ്ടെങ്കിൽ 12നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക, 3 കിട്ടും. അപ്പോൾ 3 ആണ് അവിടെ കൊടുക്കേണ്ടത് അർത്ഥം. നീ കണ്ടോ, നിങ്ങൾ ഹിസ്റ്റോഗ്രാമിൽ കണ്ടോ, അവിടെ കൊടുത്ത ഇതിൽ ഫസ്റ്റ് നമ്മൾ 5ന്റെ വർഗാന്തരങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് 10 മുതൽ 5 വരെ ഉള്ളത് എത്രയായിരുന്നു, 7 ആയിരുന്നു. അതവിടെ കൊടുത്തിട്ടുണ്ട് കൂളായിട്ട്. പിന്നെ 15 മുതൽ 20 വരെയുള്ള 19. ഇവിടെ 5ന്റെ ക്ലാസ് ഇന്റർവെല്ലാണ്, അവിടെ ഒന്നും പ്രശ്നമില്ല. പിന്നെ നമുക്ക് പ്രശ്നം വന്ന എവിടെയാണ്, 20 30 മുതൽ 40 വരെ അവിടെ ക്ലാസ് ഇന്റർവെല്ല് മാറി, അവിടെ 10ന്റെ എന്താണ് ക്ലാസ് ഇന്റർവെല്ലാണ് വന്നത്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് പ്രശ്നം വരും. അഥവാ അവിടെ 5ന്റെ ഇതൊക്കെ വന്നിട്ട് പിന്നെ അവിടെ 30 മുതൽ 40 വരെ 12 കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ ക്ലാസ് ഇന്റർവെല്ല് കൂടിയതിനാൽ, അതായത് ക്ലാസ് ഇന്റർവെൽ അവിടെ എന്തായി, ഇരട്ടിയായി, 5 എന്നുള്ളത് 10 ആയി. അപ്പോൾ എന്ത് ചെയ്യണം, അതിലുള്ള ആവർത്തി ഫ്രീക്വൻസിന് എന്ത് ചെയ്യണം, എത്രയാണ് അവിടെ ഇവിടെ ക്ലാസ് ഇന്റർവെൽ കൂടിയത് അത്ര കൊണ്ട് എന്ത് ചെയ്യണം, ഹരിക്കണം. അവിടെ ഇരട്ടി ആയെന്നുണ്ടെങ്കിൽ ആ ഇരട്ടി തന്നെ 2 ആണ്. ആ 2 കൊണ്ട് എന്ത് ചെയ്യണം, നമ്മളെ ഫ്രീക്വൻസി ആയ 12നെ ഹരിക്കുക. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചാൽ 30 മുതൽ 40 വരെ ഉള്ളതിന്റെ വീതി കൂടി. എന്നിട്ട് എന്തായി, 6 എന്നുള്ള കണക്കോട് കൊടുത്തു. ഇവിടെ 12 എന്ന് കൊടുക്കാൻ പറ്റില്ല. അതായത് ഇവിടെ വ്യത്യാസം വരും. കാരണം മറ്റൊക്കെ 5ന്റെ എന്താണ് ക്ലാസ് ഇന്റർവെല്ലാണ്, ഇവിടെ 10ന്റെ ക്ലാസ് ഇന്റർവെല്ലാണ്. പിന്നെ 40 മുതൽ 60 വരെ എന്താണ്, 20ന്റെ ക്ലാസ് ഇന്റർവെല്ലാണ്. അപ്പൊ ഏറ്റവും ചെറുത് നമുക്ക് 5 ആണ്. 5 20ക്ക് ആവാൻ എത്ര ഗുണിക്കണം, 4 കൊണ്ട് ഗുണിക്കണം. അതായത് 4 ഇരട്ടി ആയിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40 മുതൽ 60 വരെയുള്ള ഫ്രീക്വൻസിനെ പിടിച്ച് എന്ത് ചെയ്യണം, 4 കൊണ്ട് ഹരിക്കണം. അങ്ങനെ 12 4 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടി, 3 കിട്ടി. പിന്നെ അതേപോലെ 60 മുതൽ 80 വരെ 8 ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെയും 20ന്റെ ക്ലാസ് ഇന്റർവെൽ ഉണ്ട്. അപ്പൊ 5 എത്ര 20ലേക്ക് മാറാൻ എത്ര വേണം, 4 കൊണ്ട് ഗുണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ 8 എന്നുള്ളതിനെ എന്ത് ചെയ്യേണ്ടി വരും, ആവർത്തി ഈ 20 എന്നുള്ള ക്ലാസ് ഇന്റർവെല്ലിൽ അടങ്ങിയിരിക്കുന്നതാണ് 8 എന്നുള്ളത്. അപ്പൊ ആ 20 5 20ലേക്ക് ആക്കാൻ 4 കൊണ്ട് ഗുണിച്ച പോലെ 8നെ എന്ത് ചെയ്യണം, 4 കൊണ്ട് ഹരിച്ചിട്ട് മാറ്റണം. അപ്പൊ 2 എന്നുള്ളതാണ് കിട്ടുക. അങ്ങനെ എന്ത് ചെയ്യണം, ഇതാണ് ഈ പരന്ന് കിടക്കുന്ന അർത്ഥം. ആ പരന്ന് കിടക്കണതാണ് നമ്മുടെ ക്ലാസ് ഇന്റർവെല്ലിൽ വ്യത്യാസം ഉണ്ടായതുകൊണ്ടാണ് അതിങ്ങനെ കാണിക്കണത്. നേരെ മറിച്ച് നിങ്ങൾ അവിടെ അതേപോലെ 8 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലിയൊരു കള്ളിയായിട്ട് എന്ത് ചെയ്യും, ബോറായിട്ട് ആ ഒരു ഡാറ്റനെ തെറ്റുന്ന അർത്ഥം. കാരണം അങ്ങനെയല്ല, 60 മുതൽ 80 വരെയുള്ള ആളുകളാണ് 8 എന്നുള്ളത്. അതിൻ്റെ ഇടയിൽ 65 70 അങ്ങനെ ഓരോ 5 വരുന്നുണ്ട്. അപ്പൊ എത്ര 5 അവിടെ വരുന്നുണ്ടോ അത്ര 5 വെച്ചിട്ട് എന്ത് ചെയ്യണം, അവിടെ ഹരിക്കണം. അതാണ് പറഞ്ഞത്, ഇവിടെ ഏറ്റവും ചെറിയ വർഗാന്തരാൾ എടുത്തിട്ടാണ് നോക്കുക എന്നർത്ഥം. ഇവിടെ ഇപ്പൊ നമ്മളെ ഉദാഹരണത്തിൽ 5 ആണ്. ഈ ചിലത് 10 ഉണ്ടാവും. 10 ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, ആ 10 വെച്ചിട്ടാണ് നോക്കേണ്ടത്. 10 ഇവിടെ 20ലേക്ക് ആവാൻ എത്ര ഗുണിക്കണം, 2. അപ്പൊ 20നെ 2 കൊണ്ട് ഹരിച്ചിട്ടുള്ള ആ ആവർത്തിയിലുള്ളത് കൊടുക്കണം.
മനസ്സിലായല്ലോ. ഇനി നമുക്ക് മിഡ് വാല്യൂസ് മാത്രം തന്നിട്ടുള്ളൂ. വെൻ ഓൺലി മിഡ് വാല്യൂസ് ആർ ഗിവൺ. കാരണം മധ്യസംഖ്യകൾ മാത്രം തരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിവിധ വർഗ്ഗങ്ങളുടെ നീചസീമകളുടെ, അതായത് നമ്മൾ പറഞ്ഞിരുന്നു നീചസീമ എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും ചെറിയ ആ ഒരു ഇതിൽ തന്നിട്ടുള്ള ഇന്റർവെല്ലിൽ ഏറ്റവും ചെറിയ സംഖ്യ, അതും പിന്നെ ഉച്ചസീമേനെ എടുത്തിട്ട് എന്ത് ചെയ്യണം, അത് ഉറപ്പുവരുത്താം. അതായത് ഉദാഹരണം പറയാം, അത് മനസ്സിലാവും. പിന്നീട് ഇതേ മറ്റിലെന്ത് ചെയ്യാം, ആ ആയതരേഖം നിർമ്മിക്കുക, അതായത് ഗ്രാഫ് പിന്നെ ആ ഒരു രീതിയിൽ വരക്കുക. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള ദത്തങ്ങളിൽ കണ്ടോ, ഇൻസ്റ്റാഗ്രാം വരക്കാനാണ് പറയണത്. മധ്യസംഖ്യയാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്, ഫുൾ മിഡ് വാല്യൂസ് ആണ്. 15, 25, 35, 45, 55, 65, 75. അപ്പോൾ അതിൻ്റെ ആവർത്തികൾ അവിടെ കൊടുക്കണം. 15ന്റെ ആവർത്തികൾ എന്ന് പറഞ്ഞാൽ 10 കൊടുത്തിട്ടുള്ളത്. കുഴപ്പമില്ല. 15 പറഞ്ഞാൽ 10ന്റെ 20ന്റെ ഇടയിലുള്ള മിഡ് വാല്യൂ ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, മധ്യസംഖ്യകൾ എന്ത് ചെയ്യുക, കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഓരോ നീചസീമ 10 കൊടുത്തിട്ട് മറ്റേത് ഉച്ചസീമ 20 കൊടുത്തിട്ട് എന്ത് ചെയ്യുക, 10 അങ്ങനെയുള്ള കണക്ക് കൊടുക്കുക. ഇനി അതേപോലെ ഓരോന്നിൻ്റെയും 25 ഉള്ളത് 20ന്റെ 30ന്റെ ഇടയിലാണ്. അപ്പോൾ 20, 30 ആക്കിയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ആവർത്തി അവിടെ കൊടുക്കുക 24. ഇങ്ങനെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യുക, സാധാ പോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ വരച്ച പോലെ മുമ്പത്തെ പോലെ എന്ത് ചെയ്യുക, നേരെ താഴെ 10 മുതൽ 20 വരെ എന്നുള്ളടത്ത് എന്ത് ചെയ്യുക, 10ന്റെ ഒരു വലിയൊരു ഗ്രാഫ് വരച്ചിട്ട് ഓരോ കോളാക്കിയിട്ട് വരക്കാൻ പറ്റും. സിമ്പിളാണ്. ഇനി അടുത്ത് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ബഹുലകം എന്ന് പറഞ്ഞാൽ മോഡ്, അതായത് ഒരു ആവർത്തിയിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചു വരുന്ന ഫ്രീക്വൻസിനെ ഡാറ്റയിൽ കാണിക്കുന്നതാണ് എന്ത് പറയാം, മോഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ബഹുലകം എന്ന് പറയാം. അതിനെങ്ങനെ സ്ഥാനനിർണ്ണയം ചെയ്യുക, ഒരു ഗ്രാഫിക്കിൽ എങ്ങനെ ശരിക്കും ഗ്രാഫിൽ എങ്ങനെ കാണിക്കുക, മോഡിനെ എങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റും, അതെങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. അതിന് പടികളുണ്ട്, ഓരോ സ്റ്റെപ്പുകളുണ്ട്. ഫസ്റ്റ് പറഞ്ഞത് എന്താണ്, ഒരു ഗ്രാഫ് വരക്കണം, അല്ലാതെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് ആയതരേഖം വരച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ദത്തങ്ങൾ അവിടെ എന്ത് ചെയ്യുക, നിർദ്ദിഷ്ട ദത്തങ്ങൾ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുക. എന്നിട്ട് 2 രേഖകളും, അതായത് ഓരോ രേഖകളും എന്ത് ചെയ്യുക, ചേർന്നിട്ടായിരിക്കണം ഓരോ കോണങ്ങൾ. നമ്മൾ ഇൻസ്റ്റാഗ്രാം വരക്കുന്ന പോലെ വരക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ബാറിൻ്റെ ഓരോ മൂലയിൽ നിന്നും പാർശ്വവശത്തുള്ള ബാറിലേക്ക് എന്ത് ചെയ്യുക, നീങ്ങും വിധം വരക്കുക. അതായത് കറക്റ്റ് അടുപ്പിച്ച് തന്നെ വരക്കുക എന്നർത്ഥം. പിന്നീട് എന്ത് ചെയ്യുക, നമ്മൾ ഏറ്റവും കൂടിയ ഒരു സാധനത്തിൻ്റെ മേലിൽ അവിടുന്ന് ഒരു എക്സ് വരക്കണം. അതായത് ഏറ്റവും കൂടിയ ഇതുണ്ടായിരുന്നു കോളം, അതിൻ്റെ ഏറ്റവും തലക്കെന്ന് വെച്ചിട്ട്, അതായത് ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള മൂലയിലേക്ക് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിലുള്ള മറ്റേ കോളത്തിൻ്റെ ഇതിൽ നിന്ന് ഒരു വര വരക്കുക. അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലുള്ള മൂലയിലേക്ക് എന്ത് ചെയ്യുക, ഒരു എക്സ് പോലെ ഒരു വര വരക്കുക. അങ്ങനെ ഒരു എക്സ് വരച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രബിന്ദു ഉണ്ടാവും, അതിലൊരു കറക്റ്റ് ഒരു പോയിന്റ് കിട്ടും. ആ പോയിന്റാണ് എന്ത്, നമ്മളെ മോഡ് എന്നുള്ളത്. ഉദാഹരണം കണ്ടോ, 100 ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉറുപ്പിക കണക്കിലുള്ള മാസവരുമാനമാണ് താഴെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ 0 മുതൽ 1000 വരെ ബിസിനസ് സ്ഥാപനങ്ങളുടെ എണ്ണം എത്രയാണ്, 12 ആണ്. അപ്പോൾ ആ 12 ആദ്യം ഇവിടെ വരച്ചു കൊടുക്കാം. ഇവിടെ ഈ 5 എന്നുള്ള കറക്റ്റായിട്ട് കൊടുത്തിട്ട് കേട്ടോ, ശരിക്കും ഇത് മേലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ 12 ആണ്. ഇവിടെ 15ന്റെ താഴെയുള്ളതാണ് എന്ത്, 12. ഇങ്ങനെ വരച്ചിട്ട് 0 മുതൽ 1000 വരെ 12 വരച്ചു. പിന്നെ 1000 മുതൽ 2000 വരെ 18 ആണ്. അപ്പോൾ അത് 20ന്റെ താഴെയാണ് വരിക. ഇവിടെ വെച്ചത് ശരിയായിട്ടില്ല. ഓക്കെ, അപ്പോൾ 18 എന്നിട്ടുള്ള ഇവിടെ വരച്ചു. പിന്നെ അതേപോലെ അടുത്തത് 27 ആണ് അല്ലേ, 2000 മുതൽ 30,000 വരെയുള്ള. അപ്പോൾ 27, 30ന് നേരെ താഴെയായിട്ടാണ് വരിക. പിന്നെ അടുത്തത് 3000 മുതൽ 4000 വരെ 20 കറക്റ്റ് 20ന്റെ നേരായിട്ടാണ് എന്ത് ചെയ്യുക, വരിക. പിന്നെ 4000 മുതൽ 5000 വരെ 17, 20നെ കുറച്ച് താഴെയായിട്ട് എന്ത് ചെയ്യും, 17 വരും. പിന്നെ 5000 മുതൽ 6000 വരെ 6, അത് 10ന്റെ താഴെയായിട്ട് 5ന്റെ മേലായിട്ട് വരും. ഇങ്ങനെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഏറ്റവും വലിയത് ഏതാണ്, 27. ആ 27ന്റെ ആ ഒരു കോളം എടുത്തിട്ട് ഈ ഒരു ലെഫ്റ്റ് മൂല ഉണ്ടല്ലോ, ലെഫ്റ്റ് മൂല എടുത്തിട്ട് എന്ത് ചെയ്യുക, റൈറ്റിൻ്റെ അടുത്തതിൻ്റെ ഏറ്റവും തലക്കനോട് എന്ത് ചെയ്യുക, അടുപ്പിച്ചിട്ട് ഒരു വര വരക്കുക. അതേപോലെ അതിൻ്റെ റൈറ്റ് കോൺ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെഫ്റ്റിലുള്ള, അതായത് അതിൻ്റെ നേരെ തൊട്ട് മുമ്പത്തെ ഡാറ്റിൻ്റെ ഏറ്റവും റൈറ്റ് കോർണറിനോട് എന്ത് ചെയ്യുക, മുട്ടിക്കുക. അങ്ങനെ മുട്ടിക്കുമ്പോൾ ഏറ്റവും നടുവിലൊരു സെൻറ്റർ വരും. ആ സെൻറ്റർ എന്ത് ചെയ്യുക, എടുത്തിട്ട് ഒരു പോയിന്റ് അടിച്ചിട്ട് നേരെ താഴോട്ട് എന്ത് ചെയ്യുക, വരക്കുക. ഈ ഒരു ഇതാണ് എന്ത്, നമ്മൾ മോഡ്, അതായത് ബഹുലകം എങ്ങനെ ഗ്രാഫിൽ കാണിക്കുക എന്നുള്ളത് ഇങ്ങനെയാണ് കാണിക്കുന്ന അർത്ഥം. മനസ്സിലായല്ലോ. ഇനി നമുക്ക് പറയാനുള്ളത് ആവർത്തി ബഹുഭുജമാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ ഫുള്ള് ഏതാണ്, ഹിസ്റ്റോഗ്രാം ആണ് അല്ലേ, ബാർ ഗ്രാഫ് പോലുള്ളത്. ഇനി ആവർത്തി ബഹുഭുജം, അതായത് ഫ്രീക്വൻസി പോളിഗണാണ്. ഓരോ ഫ്രീക്വൻസിനെ നമ്മൾ ആവർത്തിച്ച് വരുന്നതിനെ എന്ത് ചെയ്യുക, ഒരു ഗ്രാഫാക്കി വരക്കുക. അത് തന്നെയാണ് സംഭവം എന്ത്, ആവർത്തി ബഹുഭുജം. ഇതിലെന്തുണ്ടാവും, എക്സ് അക്ഷരത്തിൻ്റെ മേലിലൊരു ചരം ഉണ്ടാവും, പിന്നെ വൈൻ്റെ എന്തുണ്ടാവും, അക്ഷരത്തിൻ്റെ മേലുള്ള ആവർത്തികളുണ്ടാവും. അതായത് എക്സിൻ്റെ അവിടെ താഴെ ഭാഗത്ത് എന്തായിരിക്കും, ചരങ്ങളായിരിക്കും. അതായത് നമ്മൾ ഏത് കാര്യങ്ങളാണ് കൊടുക്കുന്നത്, വേരിയബിൾ, അതവിടെ കൊടുക്കും. പിന്നെ വൈൻ്റെ അവിടെ എന്തുണ്ടാവും, എത്ര ആവർത്തികളാണെന്നുള്ളത് വരച്ച് വെക്കും. എന്നിട്ട് എന്താ ചെയ്യുക, ഇത് 2 രീതിയിലുണ്ട്. അതായത് ഒന്ന് നമുക്കൊരു റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സമകോണം വരച്ചിട്ട് അതിൻ്റെ കൂടായിട്ട് എന്ത് ചെയ്യുക, ഫ്രീക്വൻസികൾ കാണിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ സമകോണം വരക്കാതെ നമുക്ക് എന്ത് ചെയ്യും, വെറും വര മാത്രം വരച്ചിട്ട് വരക്കാൻ കഴിയും.
അപ്പൊ നിർദ്ദിഷ്ട തത്വങ്ങളുടെ ഒരു ആയതരേഖ നമ്മൾ ഗ്രാഫ് വരച്ചിട്ട്, അതായത് ഓരോന്നിന്റെ ഉദാഹരണം കാണിക്കും, അത് വരച്ച് കഴിഞ്ഞിട്ട് അതിന് ഓരോന്നിന്റെ മധ്യരേഖ എടുത്തിട്ട് എന്ത് ചെയ്യുക, മധ്യസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ഡോട്ട് ഇട്ട് വെച്ചിട്ട് ആ ഡോട്ടുകൾ തമ്മിൽ എന്ത് ചെയ്യുക, ബന്ധിപ്പിക്കലാണ് പരിപാടി. ഇതാണ് എന്ത് ഫ്രീക്വൻസി പോളിഗൺ എന്ന് പറയാം. അപ്പം അങ്ങനെ വെക്കുമ്പോൾ റെക്റ്റാങ്കിൾ അല്ലെങ്കിൽ സമകോണം വരച്ചിട്ടുള്ള ബാർ ഗ്രാഫ് പോലെ വരച്ചിട്ട് എന്ത് ചെയ്യും, അതിന് നടുവ് കൂടെ അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും, വരക്കും. അതിനാണ് എന്ത് ഈ ഈ ഹിസ്റ്റോഗ്രാം വരച്ചിട്ട് വരക്കുക എന്നുള്ള ബഹുഭുജം. പിന്നെ അതല്ലാതെ വരക്കുക എന്ന് പറഞ്ഞാൽ ഈ സമകോണം ഇല്ലാതെ വരക്കണതിനാണ് എന്ത്, വെറും മധ്യ പോയിന്റ് മാത്രം വരച്ചിട്ട് ആ പോയിന്റുകളെ നേരെ ബന്ധിപ്പിക്കുമ്പോൾ എന്താവും, ഹിസ്റ്റോഗ്രാം വരക്കാതെ നമുക്ക് ബഹുഭുജം നിർമ്മിക്കാൻ പറ്റും. അതിൽ ഒന്നാമതൊരു ഉദാഹരണമാണ് 100 കടകളുടെ സംഭാവന കൊടുക്കലാണ് താഴെ പറയും പ്രകാരം ഇനം തിരിച്ചിരിക്കുന്നത്. അപ്പോൾ 0 മുതൽ 500 വരെ സംഭാവന കട കൊടുത്തത് കടകളുടെ എണ്ണം എത്രയാണ്, 12. പിന്നെ 500 മുതൽ 1000 വരെ എത്ര എന്ത് സംഭാവന കൊടുത്ത കടകളുടെ എണ്ണം എത്രയാണ്, 18. അത്ര ഷോപ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്ര സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോന്നിൻ്റെയും കണക്കോടെ കൊടുത്തു. ഇനിയൊരു ആയതരേഖം വരച്ചു നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് കടകളുടെ എണ്ണം എന്ത് ചെയ്തു, നമ്മൾ എക്സ് ആക്കി എടുത്തു, അല്ല വൈ ആക്കി എടുത്തു. പിന്നെ എക്സ് ആക്കിയിട്ട് എന്താ എടുത്ത് നമ്മൾ എത്ര സംഭാവന എന്നുള്ള കണക്ക് 0 മുതൽ 500 വരെ, 500 മുതൽ 1000 വരെ എന്നുള്ളത് താഴെ കൊടുത്തു അല്ലേ, സംഭാവന കൊടുത്തത്. എക്സ് വൈ ആക്കിയിട്ട് ഏതെടുത്ത് കടകളുടെ എണ്ണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഓരോന്നും അവിടെ കറക്റ്റായിട്ട് കൊടുത്തു അല്ലേ. ഫസ്റ്റ് നമുക്ക് 0 മുതൽ 500 വരെ കൊടുത്ത കടകളുടെ എണ്ണം 12 ആണ്. 12 അവിടെ കൊടുത്തു, 15-നും 10-നും ഇടയിലായിട്ട്. എന്നിട്ട് പിന്നെ ഓരോന്നും അവിടെ വരച്ചു കഴിഞ്ഞു, ഓരോ സമകോണം അവിടെ വരച്ചു അല്ലേ, നമ്മൾ ഹിസ്റ്റോഗ്രാം വരക്കുന്ന പോലെ വരച്ചു. എന്നിട്ട് വരച്ചു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യേണ്ടി, ഓരോന്നിൻ്റെയും നടുവിന്ന് സെൻട്രൽ എടുത്തിട്ട് പോയിന്റുകൾ വരച്ചിട്ട് എന്ത് ചെയ്യണം, ആ പോയിന്റുകൾ തമ്മിൽ ബന്ധിപ്പിക്കണം. നമ്മൾ ഫസ്റ്റ് തുടങ്ങേണ്ടത് എന്താണ്, ഈ പൂജ്യം ഉണ്ടല്ലോ, താഴെയുള്ള പൂജ്യം, രണ്ട് ഭാഗത്തോ ചേർന്ന് നിൽക്കുന്ന പൂജ്യം ഉണ്ടല്ലോ, പൂജ്യത്തിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് നിന്ന് കുറച്ചിങ്ങനെ സെൻറ്ററിലേക്കായിട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് ഒരു പോയിന്റ് ഇട്ടിട്ട് അടുത്ത് 0-നും 500-നും ഇടയിലുള്ള എന്തുണ്ട്, ഫസ്റ്റത്തെ ഒരു കള്ളി ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിൽ ഒരു പോയിന്റ് എടുക്കുക. എന്നിട്ട് ഓരോ ഇതിൻ്റെയും കള്ളിൻ്റെ ഇടയിൽ പോയിന്റ് വരച്ചതിന് ശേഷം നമ്മൾ 0-ന് മുന്നേ ഉള്ള ആ ഗ്രാഫിൻ്റെ തുടക്കത്തിൻ്റെ മുന്നേ ഉള്ള ഒരു പോയിന്റ് എന്നുള്ള തുടങ്ങുക. അവിടുന്ന് ഇങ്ങനെ ഓരോ സെൻറ്ററിലേക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ വരച്ചിങ്ങനെ പോവുക. മനസ്സിലായോ? അപ്പോൾ 0 മുതൽ ഫസ്റ്റ് ഈ 5 മുതലാണ് കീറുക, പിന്നെ 5 മുതൽ ഇങ്ങനെ പോയിട്ട് ഓരോ സെൻറ്ററിലേക്കാണ് പോവുക. മനസ്സിലായോ? ആ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പോയിട്ട് ഏറ്റവും മേലുള്ള സെൻറ്ററിലേക്ക് എത്തും, പിന്നെ താഴെയുള്ള സെൻറ്ററിലേക്ക് താഴ്ന്നു പോകും. അങ്ങനെ ഓരോ സെൻറ്റർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 3000 എന്ത് ചെയ്യണം, ഒട്ടിക്കണം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, ഈ ഹിസ്റ്റോഗ്രാമിൽ ആയതരേഖ വരച്ചിട്ട് ബഹുഭുജം കാണിക്കുക, അതായത് ഫ്രീക്വൻസി പോളിഗൺ കാണിക്കുക. ഇനി ഇതില്ലാതെ വരക്കാൻ പറ്റും നമുക്ക്. എങ്ങനെ, അതാണ് അടുത്ത് കൊടുത്തുള്ളത്. ഇതേ സാധനം തന്നെ 0 മുതൽ 500 വരെ സംഭാവന കൊടുത്ത് മധ്യവിലകൾ 25, കടകളുടെ എണ്ണം 12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയാണ്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ നമ്മളെന്താ ചെയ്തത്, ഓരോന്നിൻ്റെ സെൻറ്റർ കൂടെ നമ്മൾ പോയിന്റ് വരച്ചിട്ട് എന്ത് ചെയ്താണ്, വരച്ചതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യില്ല, ഹിസ്റ്റോഗ്രാം വരക്കില്ല, അതായത് സമകോണം വരക്കാതെ നമ്മൾ വെറും പോയിന്റ് ഇട്ടിട്ട് ആ വര വരച്ച് മാത്രമാണ് ചെയ്യുക. അപ്പം നമുക്ക് ആ പോയിന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ തന്നെ സംഭാവന കൊടുത്ത നമ്മൾ ആ ചരങ്ങളുടെ പകുതി കാണണം, അല്ലെങ്കിൽ മിഡ് വാല്യൂ കാണണം അല്ലേ. എന്നാൽ സെൻറ്ററിലാണല്ലോ നമ്മൾ പോയിന്റ് ഇട്ട് പോവുക. എന്നാൽ അത് മാത്രമല്ല, നമ്മൾ സമകോണം വരക്കണമില്ല. നേരത്തെ നമ്മൾ സമകോണം വരച്ചിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, സെൻറ്ററിൽ പോയിന്റ് ഇട്ട് പോയാൽ മതി. എന്നാൽ ഇതിൽ നമ്മൾ സമകോണം വരക്കാതെ ചെയ്യണം. അപ്പം എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഓരോന്നിൻ്റെയും സംഭാവന കൊടുത്ത്, അതായത് താഴെ എക്സിൽ വരുന്ന ഡാറ്റ ഉണ്ടല്ലോ, അതിൻ്റെ ഓരോന്നിൻ്റെ എന്ത് കൊടുക്കേണ്ടി വരും, മധ്യവിലകൾ എടുത്തിട്ട് ആ മധ്യവിലകളിൽ നമ്മൾ ഈ കണക്ക് വെച്ചിട്ട് കടകളുടെ എണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് വരെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കിട്ടുന്ന അർത്ഥം. അപ്പോൾ ആദ്യം 0 മുതൽ 500 വരെ അതിൻ്റെ മധ്യവില എത്രയാണ്, 25 അല്ല 250 ആണ്. അപ്പോൾ 250-ൻ്റെ അവിടെ എന്ത് ചെയ്യണം, 12 കടകളുടെ എണ്ണം, അതായത് 10-ൻ്റെ മേലുള്ള 12 എന്നുള്ള പോയിന്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ സംഭാവന കൊടുത്തതെന്നുള്ളതിൻ്റെ 0 മുതൽ 500 വരെ എന്നുള്ളതൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിൽ മധ്യവിലകളിലാണ് നമ്മൾ എന്ത് വരിക, ഈ ഫ്രീക്വൻസി പോളിഗൺ കാണിക്കുക, അല്ലെങ്കിൽ ബഹുഭുജം കാണിക്കുക. അപ്പോൾ മിഡ് വാല്യൂ നമുക്ക് ആദ്യം തന്നെ എടുത്തു വെക്കുക, അതായത് 500-ൻ്റെ അടിയിലുള്ള 250 എന്ത് ചെയ്യുക, അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഓരോന്നിൻ്റെയും സെൻറ്ററിലുള്ള 250, പിന്നെ അടുത്ത് 500-ന് 1000-ന് ഇടയിൽ 250 അല്ലേ, 1000-ന് 1500-ന് ഇടയിൽ 1250 ആണ്. അങ്ങനെ ഓരോന്നിനും മധ്യവിലകൾ വരച്ചിട്ട് ആ മധ്യവിലകളിലാണ് എന്ത് നമ്മളെ കടകളുടെ എണ്ണം കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 250-ലാണ് 12 കൊടുക്കുക, പിന്നെ 500-ൻ്റെ 1000-ൻ്റെ ഇടയിലുള്ളതെന്നുള്ളതിൽ അവിടെ എന്ത് മധ്യവില 250 ആണ്, അവിടെ എന്ത് ചെയ്യും 18-ൻ്റെ കണക്ക് കൊടുക്കും. അങ്ങനെ ഓരോന്നിനും മധ്യവിലകളിലെ അടുത്ത 1000 to 1500 ആണ്, അതിൻ്റെ ഇടയിൽ 1250 വരുന്നത്. അപ്പോൾ 1250 എന്ത് ചെയ്യും 27-ൻ്റെ കണക്ക് കൊടുക്കും. അങ്ങനെ ഓരോന്നും വരച്ചിട്ട് എന്നിട്ട് തുടങ്ങുക. നമ്മൾ എന്ത് ചെയ്യും 0 മുതലാണ് തുടങ്ങുക. മറ്റേ നമ്മൾ 0-ന് അപ്പുറത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പോയിന്റ് ഇട്ടിട്ട് തുടങ്ങിയിരുന്നത്. ഇത് 0 മുതൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും നേരെ പോയിന്റ് നമുക്ക് ആക്കിയിട്ട് വരച്ചതിന് പോകും. ആ വരക്കണ പോയിന്റ് കണ്ടോ, നമ്മൾ 0 മുതൽ 500 വരെ എന്നുള്ള ആ ഒരു
ചരത്തുമെന്ന് എന്താണ് നമ്മൾ മിഡ് വാല്യൂമൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, നേരത്തെ കള്ളി വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, അതിന്റെ സെന്റർമേക്കാണ് തട്ടിച്ചിരുന്നത്. അതിന്റെ പകരം ഈ കള്ളി വരക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ മധ്യവില കണ്ടിട്ട് എന്ത് ചെയ്യാണ്, അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, പോയിന്റ് വെച്ചിട്ട് ചെയ്യാണ്. ഇനി അടുത്ത് ഫ്രീക്വൻസി കർവാണ്, ആവർത്തി വക്രം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരച്ചത് രണ്ട് രീതിയിൽ, അതായത് ഒന്ന് എന്ത് ഹിസ്റ്റോഗ്രാം വരച്ചിട്ട്, അതായത് സമകോണം വരച്ചിട്ടില്ലേ, കള്ളി വരച്ചിട്ട് ചെയ്തു. ഇനി അതല്ലാതെ കള്ളി വരക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീക്വൻസി പോളിഗൺ കാണിച്ചല്ലോ. അതേപോലെ ആവർത്തി വക്രം അല്ലെങ്കിൽ ഫ്രീക്വൻസി കർവാണ്. എന്താ ഈ ഫ്രീക്വൻസി പോളിഗണിന്റെ ആവർത്തികളുടെ കേന്ദ്രബിന്ദു ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സെന്റർ കൂടെ ഇങ്ങനെ ഓരോന്നിനും മധ്യവില എടുത്തിട്ട് വരച്ച് അതിന് അടുത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വര ഇങ്ങനെ വരക്കുക, വെറുതെ ഇങ്ങനെ ഫ്രീ ഹാൻഡ് ആയിട്ട് സ്കെയിലൊന്നും ഇല്ലാതെ. ആ വരക്കണം എന്ത് പറയാ, ഫ്രീക്വൻസി കർവ് എന്ന് പറയാം. അതായത് തൊട്ടടുത്ത് അതിന്റെ ആ യന്ത്രങ്ങളോട് വരച്ച ആ ഫ്രീക്വൻസി പോളിഗണിന്റെ അതിലൂടെ തന്നെ എന്ത് ചെയ്യുക, ഒരു വര ഇങ്ങനെ വേറെ വരക്കുക, ജസ്റ്റ് മേലെ കൂടെ. ഇവിടെ ഉദാഹരണം കാണിക്കേണ്ടതാ, ഈ ഒരു ഉദാഹരണത്തിന്റെ ഹിസ്റ്റോഗ്രാം വരച്ചിട്ടുള്ള ഫ്രീക്വൻസി പോളിഗണും കഴിഞ്ഞിട്ട് അതിന്റെ ഫ്രീക്വൻസി കർവ് വരക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സെന്റിമീറ്ററിലുള്ള കണക്കാണ് എക്സ്, അതിന്റെ ഫ്രീക്വൻസി കർവ് 5 അല്ലേ. ഓരോ എക്സിലുള്ള തരങ്ങൾ സെന്റിമീറ്ററുകളാണ്. അപ്പോൾ ഓരോ സെന്റിമീറ്ററുകളായിട്ട് 6.5 മുതൽ 7 വരെ എന്നുള്ളത് അവിടെ വെച്ചു. പിന്നെ ഒരു 7 മുതൽ 8 വരെ, അങ്ങനെ ഓരോന്നായിട്ട് അവിടെ താഴെ എന്ത് ചെയ്തു, എക്സിൽ കൊടുത്തു. പിന്നെ വൈയിൽ എന്താ വരുന്നത്, അല്ലെങ്കിൽ ഫ്രീക്വൻസി ആയിട്ട് എന്താ വരുന്നത്, 5, 12, 25. അപ്പോൾ അതിനെ നമ്മൾ 0 മുതൽ 10, 10 മുതൽ 20 വരെയുള്ള കണക്ക് കൊടുത്തു. എന്നിട്ട് ഫസ്റ്റ് 5 ആണല്ലേ, 5 ആകുമ്പോൾ 10ന് 0ന്റെ അടിയിലേക്കാണ് അവിടെ വരച്ചു. പിന്നെ ഓരോ ഹിസ്റ്റോഗ്രാം വരച്ചു ഫസ്റ്റ്. പിന്നെ ഫ്രീക്വൻസി പോളിഗൺ വരക്കണം. അത് നമ്മൾ ആദ്യം പറഞ്ഞു എന്ത്, ഹിസ്റ്റോഗ്രാം വരച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി പോളിഗൺ എങ്ങനെ വരക്കുക, അതിന് 0ന്റെ അപ്പുറത്തുനിന്ന് ഒരു പോയിന്റ് ഇട്ടിട്ട് ഇതിമ്മ കൂടെ എന്ത് ചെയ്യുക, അടുത്ത സെന്ററിമ്മ കൂടെ കയറി ഇങ്ങനെ പോകലാണ് അല്ലേ. അത് എൻ്റെ കൂടെ നമ്മൾ കറക്റ്റ് എന്ത് ചെയ്തു, ആ പോയിന്റ് ഇട്ടിട്ട് നമ്മൾ ഫ്രീക്വൻസി പോളിഗണും വരച്ചു. ഫ്രീക്വൻസി പോളിഗൺ കഴിഞ്ഞിട്ട് ഫ്രീക്വൻസി കർവ് എങ്ങനെ ചെയ്യുക, അതിൻ്റെ തൊട്ടടുത്ത് കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു പെന്നോട് ഇങ്ങനെ അല്ലെങ്കിൽ ഓരോ പുള്ളി ഇട്ടുകയാണ് ഇത് ചെയ്യുക, വെറുതെ ഇങ്ങനെ വരക്കുക. ഇതാണ് ഫ്രീക്വൻസി കർവ്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഹലോ. അപ്പം ഇനി പറയാനുള്ളത് ഏതാണ്, ഒജീവിനെ കുറിച്ചാണ് അല്ലേ. ഒജീവ് എന്ന് പറഞ്ഞാൽ എന്താ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, സഞ്ചിതാവർത്തിയുടെ ഡയഗ്രാമാറ്റിക് ഡിസ്ട്രിബ്യൂഷനാണ് ഒജീവ് എന്ന് പറഞ്ഞാൽ സഞ്ചിതാവർത്തി എന്ന് പറയും. അഥവാ ഇങ്ങനെ ഒരു ഇതിങ്ങനെ കുറഞ്ഞു വരുന്ന അല്ലെങ്കിൽ കൂടി വരുന്ന എന്നുള്ളത് ഉണ്ടാവും ഡാറ്റയിൽ. അതായത് ഇത്ര ഒരു ഉദാഹരണം പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതായത് കുട്ടികളുടെ എണ്ണം, ഇപ്പോൾ 0 മുതൽ 1 വരെ കുട്ടികളുടെ എണ്ണമുള്ള ആളുകളുണ്ടാവും. അങ്ങനത്തെ കുടുംബങ്ങളുടെ എണ്ണം 170 കരുതുക. അതേപോലെ 1 മുതൽ 2 വരെ കുട്ടികളുള്ള എണ്ണം കുട്ടികളുള്ള കുടുംബങ്ങൾ എത്രയാണ്, 80. അങ്ങനെ 2-ലധികം 3 കുട്ടികളുള്ള എണ്ണം, അത്ര കുട്ടികളുടെ കുടുംബങ്ങളുടെ എണ്ണം എത്രയാണ്, 50. ഇങ്ങനെ ഒരു ഡാറ്റ വന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇതിൽ നമുക്ക് ഒജീവ് എന്ന് പറഞ്ഞാൽ 2 രീതിയിൽ കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ഒജീവ് ഉണ്ട്, മോർ ദാൻ ഒജീവ് ഉണ്ട്. ഈ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ, അതായത് ലെസ് ദാൻ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് നമുക്ക് ഇങ്ങനെ കണക്ക് കൊടുക്കുക. അതായത് 7 കുറവ് എന്ത് കുട്ടികളുള്ള കുടുംബങ്ങളുടെ എണ്ണം, അല്ലെങ്കിൽ 6 കുട്ടികളുടെ എണ്ണത്തിൽ കുറവേ ഉള്ള അതിന് താഴെയുള്ള കുട്ടികളുടെ എണ്ണം, അങ്ങനെ ഓരോന്നിനും താഴെ ആക്കിയിട്ട് എന്ത് ചെയ്യുക, കണക്കാക്കുക. ഇനി മോർ ദാൻ എന്ന് പറഞ്ഞാൽ വേറെ ടൈപ്പ് ഉണ്ട്, മോർ ദാൻ ഒജീവ് പറഞ്ഞാൽ. അത് പറഞ്ഞാൽ എങ്ങനെയാണ്, അതായത് 0-ൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളുടെ എണ്ണം, 1-ൽ കൂടുതൽ കുട്ടികളുള്ള കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യുക, കണക്കാക്കിയിട്ട് നമുക്കത് ഗ്രാഫിൽ കാണിക്കുക. ഇതാണ് ഒജീവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് സഞ്ചിതാവർത്തി എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് അങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻസിലാണ് നമ്മൾ കാര്യമായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ലെസ് ദാൻ ടൈപ്പ് നമുക്ക് ആദ്യം പറയാനുള്ളത്. ലെസ് ദാൻ ടൈപ്പിൽ എന്താ ഉണ്ടാവുക, തുടക്കത്തിൽ എന്ത് ചെയ്യണം, പ്രിഫിക്സ് അഥവാ ക്ലാസ്സുകളുടെ ഉയർന്ന പരിധി നമ്മൾ എടുക്കണം. അതായതാണെന്നുള്ള നമ്മൾ ഉദാഹരണം കാണും. പിന്നെ ഒന്നിന് പുറകായിട്ട് എന്ത് ചെയ്യണം, ആവർത്തി കൂട്ടുകരണം. പിന്നെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് അടിസ്ഥാനത്തിൽ നമുക്കൊരു ആവർത്തി വിതരണം ലഭിക്കും. പിന്നെ എക്സ് അക്ഷരത്തിലും സഞ്ചിതാവർത്തികൾ എന്ത് ചെയ്യുക, വൈ അക്ഷരത്തിലാക്കിയിട്ട് നമുക്ക് മാറ്റാം. അത് എക്സ് വൈ നമ്മൾ പറഞ്ഞല്ലോ, ഒരു ഗ്രാഫിൽ എക്സും വൈയും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ 2 രീതിയിലാക്കി മാറ്റണം. പിന്നെ ഫ്രീ ഹാൻഡ് കർവായിട്ട് ഒരു ബിന്ദുക്കളെ യോജിപ്പിക്കുമ്പോൾ ഒരു ലെസ് ദാൻ ഒജീവ് നമുക്ക് എന്തെങ്കിലും ലഭിക്കും. അതായത് ഇങ്ങനെ ഒരു ഗ്രാഫിൽ വരച്ചിട്ട് ഇതിൻ്റെ ഓരോ ഇതും ഇത്ര കണക്കാക്കി വെച്ചിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കൊരു വര കിട്ടും. അതാണ് ലെസ് ദാൻ ഒജീവ്. മോർ ദാൻ ഒജീവ് പറഞ്ഞാലോ അതേപോലെ തന്നെ ഇത് പ്രീഫിക്സ് മാറ്റിയിട്ട്, അതായത് മുന്നടക്കത്തിലുള്ളത് മാറ്റിയിട്ട് എന്താവും, ഒടുക്കത്തുനിന്നേക്കാൻ നമ്മൾ തുടങ്ങുക. അതായത് മോർ ദാൻ, ഇതിനേക്കാൾ കൂടുതൽ എന്നല്ല പറയാം. അപ്പോൾ ഒരു ഉദാഹരണം കണ്ടു, കുടുംബങ്ങളുടെ വലുപ്പത്തെ കുറിച്ച് താഴെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഡാറ്റ കൊടുത്ത ഒരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുള്ള ഒജീവുകളുടെ കുട്ടികളുടെ എണ്ണം പറഞ്ഞാൽ 0 മുതൽ 1 വയസ്സുള്ള കുട്ടികളുടെ എണ്ണം 170. പിന്നെ 1 മുതൽ 2 82, 2 മുതൽ 3 കുട്ടികളുടെ എണ്ണം ഉള്ള ഒരു 50 കുടുംബങ്ങളുള്ളത്. അങ്ങനെ ഓരോന്നിനും എണ്ണം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് എന്ത് ചെയ്യുക, ഓർഡറിലാക്കി വെച്ചു. 0 മുതൽ 1 കുടുംബങ്ങളുടെ എണ്ണം 171. അങ്ങനെ ഓരോന്ന് ഓർഡറിലാക്കിയിട്ട് ലാസ്റ്റ് 6-7 കുട്ടികളുടെ
എണ്ണമുള്ള കുടുംബങ്ങളുടെ എണ്ണം എത്രയാണ്? 2ആണ്. നമ്മൾ എന്ത് ചെയ്യും? ലഘുശ്രേണികൾ അല്ലേ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ മെത്തേഡ്, ലെസ് ദാൻ ഒജീവ് എങ്ങനെ ആദ്യം ചെയ്യുക? ആദ്യം ഒന്നിൽ താഴെ, അതായത് ഒരു കുട്ടിക്ക് താഴെ, അതായത് ഒന്നിൽ താഴെ ഉള്ള കുട്ടികളുടെ എണ്ണം, കുടുംബങ്ങളുടെ എണ്ണം എത്രയാണ്? 171. അങ്ങനെ ഓരോന്നിനും താഴെ എന്ന് കൊടുക്കും. 2ൽ താഴെ 253. അങ്ങനെ 253 171, അതായത് 0 മുതൽ 1 വരെ 171 നമുക്ക് കിട്ടി. പിന്നെ 1 മുതൽ 2 വരെ 82ആണ്. ഇത് 2 കൂട്ടിയാൽ എത്ര കിട്ടുക? 253 കിട്ടുക. അതായത് 2ൽ താഴെ എന്തുണ്ട്? ഒരു കുട്ടിയുള്ള 0 മുതൽ 1 ഉള്ളതുണ്ടാവും, 1 മുതൽ 2 വരെ ഉള്ളതുണ്ടാവും. ഇത് 2 കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യുക? 3ൽ താഴെ എന്ന് പറയുമ്പോൾ അതിന് താഴെ ഉള്ളത്, അതായത് 1 മുതൽ 2 വരെ ഉണ്ടാവും, 0 മുതൽ 1 വരെ ഉണ്ടാവും, 2 മുതൽ 3 വരെ ഉണ്ടാവും. 3 കൂട്ടാം, 171, 82, 50, 3 കൂട്ടിയ 303. ഇങ്ങനെ ലഘുശ്രേണികൾ, അതായത് ലെസ് ദാൻ ഒജീവ് ഇതാണ് ചെയ്യുക. അതായത് 1ൽ താഴെ, 2ൽ താഴെ, 3ൽ താഴെ, 4ൽ താഴെ, അങ്ങനെ 5ൽ താഴെ, 6ൽ താഴെ, 7ൽ താഴെ. 7 താഴെ എന്നാവുമ്പോൾ ലാസ്റ്റ് 7 കുട്ടികളുടെ താഴെ കുട്ടികളുടെ എണ്ണമുള്ള കുടുംബങ്ങളുടെ എണ്ണം, അതായത് എല്ലാവരും ഉണ്ടാവും അല്ലേ? കാരണം 7 ഏറ്റവും ലാസ്റ്റ് ഉള്ളത്. അപ്പോൾ 1ൽ താഴെ, അങ്ങനെ ലെസ് ദാൻ മുതൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക? അവസാനം വരെ കൊടുക്കുക. ഇനി മോർ ദാൻ ഒജീവ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കും? 0ൽ അധികം, അതായത് 0-നേക്കാൾ കുടുംബങ്ങളുടെ എണ്ണം അവിടെ എല്ലാവരും ഉണ്ടാവും. കാരണം മിനിമം എന്തുണ്ട്? 0 പെടും, പിന്നെ 0-നേക്കാൾ കൂടുതൽ 7 വരെയുള്ള എല്ലാ കുടുംബങ്ങളും പെടും. നേരത്തെ പറഞ്ഞതിൽ ഫസ്റ്റ് മുതൽ തുടക്കം ചെറുതായിരിക്കും, ലാസ്റ്റ് 7-നേക്കാൾ താഴെ എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുക? കൂടുക. ഇത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതായത് 0-ന് കൂടുതലായിട്ട്, അതായത് മിനിമം കുട്ടികൾ ഉള്ള എല്ലാ കുടുംബങ്ങളിലും പെടും. പിന്നെ 1-ലധികം, അതായത് കുട്ടികളില്ലാത്ത കുടുംബങ്ങളുണ്ടാവും, അവരെ ഇതിൽ നിന്ന് ഒഴിവാക്കും അല്ലേ? 171 അതിൽ നിന്ന് പോകും. അപ്പോൾ 350-ന്ന് 171 കുറച്ച് 179. പിന്നെ അടുത്ത് 2ഉം അധികം, അതായത് 2 കുട്ടികളും അതിലധികം ഉള്ളത്, അത് 97 കുടുംബങ്ങളാണ്. അങ്ങനെ ഓരോന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യാം? നമുക്ക് 2നും ഗ്രാഫ് എന്ത് ചെയ്യാൻ പറ്റും? വരക്കാൻ പറ്റും. അതെങ്ങനെ ചെയ്യാം? അത് ലഘു സഞ്ചിതാവർത്തിയുള്ള തോരണമാണ് കാണിക്കുന്നത്. അതായത് 0 മുതൽ 1 വരെ എന്നിവിടെ കൊടുത്തിട്ട് 2, 3, 4, 5, 6 അങ്ങനെ താഴെ എന്ത് ചെയ്യുക? കുട്ടികളുടെ എണ്ണം കൊടുക്കുക. എക്സിൻ്റെ അവിടെ, വൈൻ്റെ അവിടെ എന്ത് കൊടുക്കുക? കുടുംബത്തിൻ്റെ എണ്ണം കൊടുക്കുക. എന്നിട്ട് ആ 0 മുതൽ 1 വരെ നമുക്ക് എത്ര കിട്ടിയിരുന്നു? ഇവിടെ കൊടുത്തിട്ടുണ്ട് 171, അതായത് 1ൽ താഴെ. അത് 171 എന്നുള്ളത് 150-ന്റെ 200-ന്റെ ഇടയിലാണ് വരിക, അത് അവിടെ കൊടുക്കുക. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? ആ പോയിന്റ് അവിടെ ഇട്ടിട്ട് അടുത്ത് 1 മുതൽ 2 വരെയുള്ള, അതായത് 1ഉം 2ൽ താഴെ ഉള്ളത് 253. അപ്പോൾ 2ൽ താഴെ എന്ന് പറയുമ്പോൾ 250, ഏകദേശം 250-ന് തൊട്ട് മേലായിട്ട് എന്ത് ചെയ്യുക? പോയിന്റ് ഇടുക. പിന്നെ 3ൽ താഴെ അല്ലേ? 3ൽ താഴെ എന്ന് വരുമ്പോൾ എത്ര കിട്ടിയത്? 303. അപ്പോൾ 303 എന്ന് പറയുമ്പോൾ ഏകദേശം 300-ന് നേരെ മേലെയാണ്. ഇങ്ങനെ ഓരോ പോയിന്റ് ഇട്ടിട്ട് എന്ത് ചെയ്യുക? അറ്റ് ലാസ്റ്റ് 350 ആയിരിക്കും. അവിടെ പോയിന്റ് ഇട്ടിട്ട് എന്ത് ചെയ്യണം? ഇത് ക്ലോസ് ചെയ്യണം, ഈ സാധനം കള്ളി. എന്നിട്ട് ആ ഫസ്റ്റ് കിട്ടിയ പോയിന്റ് ഇങ്ങനെ ഒരു വര വരക്കുക. ഇതാണ് എന്ത്? ലെസ് ദാൻ ഒജീവ്, അല്ലെങ്കിൽ ലഘു സഞ്ചിതാവർത്തം എന്ന് പറയുന്നത്. ഇനി അടുത്ത് ഗുരു സഞ്ചിതാവർത്തം നമ്മൾ പറഞ്ഞ എന്ത്? മോർ ദാൻ ഒജീവ്. ഇത് ഏറ്റവും കൂടുതൽ താഴത്തേക്കാ വരിക, മറ്റേ ചെറുതെന്ന് ഇങ്ങനെ മേലേക്കാ പോകണം അല്ലേ? 1ൽ താഴെ, 2ൽ താഴെ, 3ൽ താഴെ എന്നല്ല പറഞ്ഞത്. ഇത് 0-നേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ഉള്ളത് 0-നേക്കാൾ, അതായത് 0-വും അതിന് അധികവും കുട്ടികളുടെ എണ്ണമുള്ള കുടുംബങ്ങളുടെ എണ്ണമാണ് അല്ലേ? അതായത് 350 ഉണ്ട്, അതായത് എല്ലാ കുട്ടികളും എല്ലാ കുടുംബങ്ങളും പെടും അല്ലേ? 0 കുട്ടികളും പിന്നെ 0-ലധികം കുട്ടികളുള്ള എല്ലാ കുടുംബങ്ങളും പെടും. അത് 350 ഫസ്റ്റ് ഏറ്റവും മേലായിരിക്കും, അവിടെ ക്ലോസ് ചെയ്ത ഏരിയ. പിന്നെ അവിടുന്ന് അടുത്തത് 1നും അധികവും, അതായത് 0 അല്ല 1ഉം ഒരു കുട്ടി മിനിമം ഉള്ളതും പിന്നെ അതിലധികവും കുട്ടികളുള്ള കുടുംബങ്ങളുടെ എണ്ണം എത്രയാണ്? 179. അത് അവിടെ 179-ൻ്റെ അവിടെ എന്ത് ചെയ്യുക? 160-ൻ്റെ ഇതിനായിട്ട് നമുക്ക് ഒരു പോയിന്റ് ഇട്ടിട്ട് അവിടെ വരക്കുക. എന്നിട്ട് അങ്ങനെ ഓരോന്നും കണക്കാക്കി ലാസ്റ്റ് എന്തായിരിക്കും? 6ഉം അധികവും അല്ലേ? 2, അങ്ങനെ അവിടെ വരെ എത്തും. അപ്പോൾ അവിടെ വരെയാണ് വരച്ചുമ്പോൾ അതായിരിക്കും എന്ത്? ഗുരുസഞ്ചിതാർത്ഥത്തിലുള്ള മോർ ദാൻ ഒജീവ്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? ഇത് കാണിക്കുക. ഇനി അടുത്ത് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാധ്യമത്തിന് നിർണ്ണയിക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ മീഡിയൻ, ഏറ്റവും നടുവിലുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. അതെങ്ങനെ കാണാം? 2 ഒജീവും നമ്മൾ വരക്കുക. അതായത് ഇപ്പൊ ലെസ് ദാൻ ഒജീവിന്റെ ഈ പറഞ്ഞ വരല്ലേ, ആ വരക്കാണ് ഒജീവ് എന്ന് പറയാം. ഈ ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരച്ചിട്ട് എന്ത് ചെയ്യുക? കറക്റ്റ് കൂട്ടിമുട്ടുന്ന സ്ഥലം ഉണ്ടാവും, അതിനാണ് എന്ത് പറയാ? ആ മീഡിയൻ എന്ന് പറയാം. അതായത് ഇവിടെ ഒരു ഉദാഹരണം ഉണ്ടോ? മാർക്കിന്റെ ഒരു 0 മുതൽ 200 വരെ, 200, 400 വരെ എത്ര കുട്ടികളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യം ലെസ് ദാൻ, 200-ൽ കുറവുള്ള, ലെസ് ദാനിലാകുമ്പോൾ കുറവാണല്ലോ, താഴെ ഉള്ളതെന്നല്ല പറയാം. അപ്പൊ 200-ൽ താഴെ ഉള്ളത് 6 കുട്ടികൾ, 400-ൽ താഴെ 11, 600-ൽ 11, 600-ൽ താഴെ 44, 800-ൽ താഴെ 88. അങ്ങനെ ഓരോന്നിന്റെയും ലഘുസഞ്ചിതാർത്ഥം കണ്ടെത്തും. പിന്നെ എന്ത് ചെയ്യുക? ഗുരുസഞ്ചിതാർത്ഥം കാണുക. അതായത് 0-മോ അതിന് മുകളിലോ ഉള്ളത്, അത് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? 0 മുതൽ ലാസ്റ്റ് 1000 വരെയുള്ള എല്ലാവരും അതിൽ പെടും, 64. പിന്നെ 200-ന്റെ മേലുള്ളവർ അത് എത്ര? 58. 400-ന്റെ മേലുള്ളവർ 53. അങ്ങനെ രണ്ടും വരക്കുക. എന്നിട്ട് രണ്ടും ഒരു ഗ്രാഫിൽ തന്നെ എന്ത് ചെയ്യുക? വര വരക്കുക. അതായത് ഫസ്റ്റ്
ഗുരുസഞ്ചിതാവർത്തം ഇവിടെ 65 മുതൽ തുടങ്ങും അല്ലേ, 64 മുതൽ ഇങ്ങനെ അടുത്തത് പിന്നെ 58, 58 കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് 53, അങ്ങനെ വരച്ചിട്ടുള്ള ഒരു വര 1000 വരെ എത്തുന്ന രീതിയിൽ എന്ത് ചെയ്യുക, വരക്കുക. എന്നിട്ട് മറ്റേത് ലെസ് ദാൻ ഓ ജീവ്, അതായത് ലഘുസഞ്ചിതാവർത്തി ഇവിടുന്ന് വരക്കുക അല്ലേ, അതായത് ഫസ്റ്റ് 6 മുതൽ തുടങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് 2 വരക്കുക. എന്നിട്ട് 2 കൂട്ടിമുട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടുന്ന് നേരെ അടിയിൽ വരക്കുക. അതാണ് എന്ത്, മാധ്യകം അല്ലെങ്കിൽ മീഡിയൻ. മനസ്സിലായോ? അങ്ങനെയാണ് ഗ്രാഫിൽ എന്ത് ചെയ്യുക, നമുക്ക് മീഡിയൻ കാണിക്കുക. ഇനി അടുത്തത് ഗണിതപരമായിട്ടുള്ള എന്ത് രേഖാഗ്രാഫുകളാണ്. ഇതൊന്നുമില്ല, ഒരു സമയത്തിൻ്റെ, അതായത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ ഡാറ്റകൾ കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഒരു കാലയളവിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, നമുക്ക് ഡാറ്റനെ ക്രമീകരിക്കാം. അതിൽ ലൈനും കർവും ഡയഗ്രാമും ഒക്കെ ഉണ്ടാവും. അതായത് ഒരു ഉദാഹരണം നോക്കാം, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാ, വൈയിൽ നമ്മൾ എന്ത് കൊടുക്കും, അവിടെ വർഷങ്ങൾ കൊടുക്കും. 86 മുതൽ 87 വരെ, 87 മുതൽ 88 വരെ ഉണ്ട്. അവിടെ 1986 മുതലുള്ള 99 വരെയുള്ള എല്ലാ കണക്കുകളോട് കൊടുത്തിട്ടുണ്ട്. എന്തോ ഒരു വിലയുമായി ബന്ധപ്പെട്ട എന്തൊരു സൂചകാങ്കമാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒരു കള്ളി വരച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ കള്ളികളാക്കി വരച്ചിട്ട് കറക്റ്റ് എന്ത് ചെയ്യുക, ആ 0 മുതൽ നമ്മളൊരു കണക്ക് 353 വരെയാണ്. അപ്പോൾ 50ൻ്റെ കണക്കെടുത്ത് വെച്ചിട്ട് 400 വരെ വരക്കുക. എന്നിട്ട് ഇവിടെ താഴെ എന്ത് ചെയ്യുക, ഓരോ വർഷങ്ങൾ അവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ആദ്യം വരച്ചിട്ട് നേരെ 2 കള്ളീന് പകരം ഈ ഓരോ വരകളും, ഓരോ 50ൻ്റെ ഓരോ വരകളും അങ്ങോട്ട് നീട്ടിയിടുക. അതേപോലെ വർഷത്തിൻ്റെ ഓരോ വരകളും എന്ത് ചെയ്യുക, അങ്ങോട്ട് മേലോട്ട് നീട്ടിയിടുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഈ 86, 87 ഫസ്റ്റ് വന്നതിൻ്റെ ഇടയിൽ 134 വരുന്നത്. അങ്ങനെയാണെങ്കിൽ 134, അത് 50ൻ്റെ 100ൻ്റെ അടിയിൽ, 150ൻ്റെ 100ൻ്റെ അടിയിലായിട്ടുള്ള കണക്കിൽ പോയിന്റിലൂടെ എന്ത് ചെയ്യുക, ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോ വർഷത്തിൻ്റെയും കണക്കോടെ എന്ത് ചെയ്യുക, ഈ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ട് അതിന് പോയിന്റ് ഇട്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക, ലാസ്റ്റ് ഒരു വര വരക്കുക. ഇങ്ങനെ വര വരക്കുമ്പോൾ ഒരു എന്താണ് നമുക്ക് എന്ത് കിട്ടുക, ടൈം സീരീസിൻ്റെ ഒരു ഗ്രാഫ് കിട്ടും. ഇതാണ് ഗണിതപരമായ രേഖാഗ്രാഫുകൾ. മനസ്സിലായോ? കാലാടിസ്ഥാനത്തിൽ സാധാ ഗ്രാഫിന് എന്ത് ചെയ്യുക, അങ്ങനെ കള്ളിയിലാക്കി വരക്കണേനാണ് എന്ത് പറയുക, സിമ്പിളായിട്ട് പറയും. അത് അടുത്ത് വേറൊരു ഉദാഹരണമുണ്ട്, ഇതേപോലെ ഉണ്ടാവും. ഇത് വേണ്ട വേറൊരു രീതിയിലാണ്. ഇത് ഇങ്ങനെയും എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വരക്കാൻ കഴിയും. അപ്പോൾ ശരി.